രംഗത്ത് ഒരുമിച്ച് നിൽക്കുകയും സാഹചര്യങ്ങളുടെ അനിവാര്യതയുടെ ഭാഗമായി സ്വന്തം നാടും വീടും കുടുംബവും കൂട്ടുകെട്ടുകളുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രവാസ ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാവുകയും ചെയ്ത ഇവിടെയുള്ള സഹപ്രവർത്തകർ അറിഞ്ഞതുപോലെ മനസ്സിലാക്കിയതുപോലെ വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ അവരെവിടെയാണോ ജോലിയിൽ ഉള്ളത് എങ്കിൽ സാന്നിധ്യമുള്ളത് എങ്കിൽ അവിടങ്ങളിലും ഒരു കുറവും വരുത്താത്ത രീതിയിൽ ഉള്ള സമയങ്ങൾക്കെല്ലാം അനുസൃതമായിക്കൊണ്ട് സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ മഹിതമായ പ്രസ്ഥാനത്തിന് വേണ്ടി വിശിഷ്യ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമയവും ആരോഗ്യവും സമ്പത്തുമൊക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്തരണത്തിൽ ഒരു ജില്ലാ സമ്മേളനം അല്ലെങ്കിൽ ജില്ലാ ഒരു ക്യാമ്പ് ഒക്കെ നടക്കുന്ന ഈ സമയത്ത് നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ നാടുകളിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രവാസി സഹോദരന്മാരെ ഒരുമിച്ച് കൂട്ടി അവരുടെ പ്രവർത്തനങ്ങളും അവരവരുടെ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നടക്കുന്ന സെന്ററുകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളും നാടുകളിൽ സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളെ സംബന്ധിച്ചുമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മുടെ നേതാക്കന്മാർ ആഹ്വാനം ചെയ്ത് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പ്രവാസി സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. വലിയ സന്തോഷത്തോടുകൂടിയും അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന്റെ ഒരു വിളിയാളം അറിഞ്ഞ ഉടനെ തന്നെ വളരെ ആത്മാർത്ഥമായി ഈ സംഗമത്തിൽ സംബന്ധിക്കുവാൻ എത്തിച്ചേർന്ന വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ മാസത്തിനു വേണ്ടിയൊക്കെ നാട്ടിലെത്തിയിട്ടുള്ള സഹോദരന്മാർ കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയുമൊക്കെ ഒത്തൊരുമിച്ചുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ അതിനുവേണ്ടി സമയങ്ങൾ നീക്കിവെക്കേണ്ടുന്ന വളരെ വിലപ്പെട്ട സമയത്ത് പോലും ഇന്നൊരു ഞായറാഴ്ച ദിവസം നമുക്കറിയാം ധാരാളം സുഹൃത്തുക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ കല്യാണങ്ങളുടെ അതേപോലെ തന്നെ കുറെ പ്രതിബന്ധങ്ങളൊക്കെ അറിയിച്ചിരുന്നു. എങ്കിലും അതൊക്കെ വളരെ തന്ത്രപരമായി അല്ലെങ്കിൽ അതിന് സമയം കണ്ടെത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എന്റെ മുമ്പിലുള്ള പ്രവാസി സുഹൃത്തുക്കൾ, അങ്ങനെ പറയാൻ തന്നെ മനസ്സ് വരുന്നില്ല എന്നിരുന്നാലും സഹോദരന്മാർ, അവർക്ക് എല്ലാ നിലക്കുമുള്ള സ്വാഗതം ഒറ്റവാക്കിൽ ഞാൻ ആദ്യമായി ആശംസിക്കുകയാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വേദിയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വർഷങ്ങളായി വിദേശ രാജ്യങ്ങളിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ദീനി ഖിദ്മത്തിന് വേണ്ടി എല്ലാ നിലക്കും ഏത് ഘടകങ്ങൾ വ്യത്യാസമില്ലാതെ SVSന്റെ ആയാലും SKSFന്റെ ആയാലും സമസ്തയുടെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നായകത്വം നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അഭിനന്ദരായ ഉസ്താദ് ആദർശേരി ഹംസക്കുട്ടി ദാക്കവി ഉസ്താദ് അവറുകളാണ് ഈ മഹത്തായ സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ സേവനങ്ങൾ നമ്മുടെ നാടുകളിലും വളരെയേറെ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. വളാഞ്ചേരി മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയയുടെ ജനറൽ സെക്രട്ടറി കൂടിയായി ഇന്ന് മഹാനവറുകൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അതുപോലെ ഈ സംഗമത്തിൽ അധ്യക്ഷത അലങ്കരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മസ്കത്തിൽ നമുക്കെല്ലാവർക്കും വേണ്ട എല്ലാ നിലക്കുമുള്ള സഹായ സഹകരണങ്ങളും സംഘടനയ്ക്ക് വേണ്ടി സ്വന്തം ആരോഗ്യത്തെ പോലും അസുഖങ്ങളൊന്നും വകവെക്കാതെ ഇന്നലെ ഉസ്താദുമായി ബന്ധപ്പെട്ടപ്പോഴുമൊക്കെ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മകൻ ഷഹീർ അൻവരിയും നമ്മുടെയൊക്കെ ഒരു കൂടെ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഉപ്പയുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ എന്നുള്ള നിലക്ക് ഉസ്താദ് അവറുകൾക്കുള്ള
എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കി കൊടുത്ത് പൂർണ്ണ ആരോഗ്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഉസ്താദ് അവറുകളെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ SKSSFന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിനന്ദനായ സയ്യിദ് OMS തങ്ങൾ, അതുപോലെ നേരത്തെ നമ്മുടെ തലമുറ സംഗമത്തിലും അതുപോലെ തന്നെ ഇപ്പോഴും SKSSFന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്കൊക്കെ നേതൃത്വം നൽകുന്നതിൽ മുൻപന്തി നിൽക്കുന്ന നമ്മുടെ പഴയകാല ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന അഭിനന്ദനായ MP മുഹമ്മദ് മുസ്ലിയാർ കടങ്ങൂർ, അദ്ദേഹത്തെയും ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SKSSFന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട സുബൈർ ഫൈസി അവറുകൾ ഖത്തറിലേക്ക് യാത്രയാവുകയും ഇന്ന് ഖത്തറിലെ നമ്മുടെ സംഘടനാ പ്രവർത്തന രംഗത്ത് നേതൃത്വം നൽകുകയും ചെയ്യുന്ന സുബൈർ ഫൈസി കട്ടുപ്പാറ, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രാസ്ഥാനിക രംഗത്ത് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ കേരള നാടായാലും മലയാള നാടായാലും അങ്ങനെയുള്ള പല പ്രസിദ്ധീകരണ രംഗങ്ങളിലൂടെയും നമുക്കൊക്കെ ആവേശം പകർന്നുകൊണ്ടിരുന്ന അബൂബക്കർ ദാരിമി താമരശ്ശേരി അവറുകൾ, അദ്ദേഹത്തെയും ഈ മഹത്തായ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ റിയാദിലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന ഷാഫി ദാരിമി അവറുകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മജീദ് പത്തപ്പിരിയം സാഹിബ് പോലെയുള്ള പിന്നെ എന്റെ മുമ്പിലുള്ള ധാരാളം ഓരോ സെന്ററുകളുടെയും പ്രധാനപ്പെട്ട ഭാരവാഹികളുടെയുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെയൊക്കെ പേരുകളെടുത്ത് സ്വാഗതം പറയാൻ സമയത്തിന്റെ ദൈർഘ്യം പകർന്നുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. അതുപോലെ ദുബൈയുടെയും മക്കയുടെയും ഒക്കെ പ്രതിനിധികൾ, എല്ലാ സെന്ററുകളുടെയും പ്രധാന ഭാരവാഹികളൊക്കെ ഇവിടെയുള്ള സ്ഥിതിയിൽ എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി ഈ മഹത്തായ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തതായി അറിയിക്കുന്നു. നിങ്ങളൊക്കെ അതൊരു സ്വാഗതമായി വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ സ്വീകരിക്കണമെന്ന ഒരു നിർദ്ദേശത്തോടു കൂടിയും അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ആദർശേരി ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين أما بعد. വന്നിരായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ ബാക്കിയാത്തിലെ സഹപാഠിയുമായ അബ്ദുള്ള മൗലവി, മറ്റ് സാദാത്തുക്കളെ, പണ്ഡിതരെ, വേദിയിൽ സദസ്സിലുമുള്ള എൻ്റെ ജ്യേഷ്ഠാഞ്ചന്മാരെ, നമ്മുടെ ഈ സംഘവും പടച്ചതമ്പുരാൻ സൽക്രമമായി സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ആദ്യമായി അർത്ഥിക്കുന്നു. പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ തെരഞ്ഞെടുത്ത് എനിക്കറിഞ്ഞുകൂടാ. 1999 ജനുവരി 1 ഞാൻ ജോലി രാജിവെച്ച് നാട്ടിൽ വന്ന് 18 വർഷം കഴിഞ്ഞു. എങ്കിലും ഇപ്പോഴും പ്രവാസിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഗൾഫ് നാടുകളിലും മറ്റും പോവാറുണ്ട്. ഇവിടെ 1980 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ UAE-യിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ അബുദാബിയിലെ സുന്നി സ്റ്റുഡന്റ് സെന്റർ സംഘടന അംഗീകരിക്കാൻ വേണ്ടി SSF-ന് ഞങ്ങൾ കത്തുകൊടുത്തിരുന്നു. പക്ഷേ പലവിധ നൂലാമാലകളും ഞങ്ങൾ അറിയിച്ചു. അംഗീകാരം തരാതിരിക്കുന്ന സമയത്ത് നാട്ടിലെത്തിയപ്പോൾ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവും സമദ് പൂക്കോട്ടൂരും അഷ്റഫ് കണ്ണാടിപ്പറമ്പും തഥാ സലാം ഫൈലി കരുവാരക്കുണ്ടും തയ്യിബ് ഫൈലിയും എന്റെ വീട്ടിൽ വന്നു. ഒരിക്കലില്ല, പലതവണ
രണ്ടാമത് അവര് F1 ഞാൻ പറഞ്ഞത് 80 അല്ല 89. പിന്നീട് 90-ൽ അവര് വീണ്ടും ഞാൻ നാട്ടിൽ വന്നപ്പോൾ സമീപിച്ചു. ഞങ്ങളുടെ ഭാര്യമാരുടെ കാതും കഴുത്തുമെല്ലാം ബാങ്കിലാണ്. ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് വിറ്റു. എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കും. പലവരും വന്നെങ്കിലും SKSSFനെ ഉടലെടുത്ത ചുറ്റുപാടുകളും കാര്യങ്ങളും വസ്തുനിഷ്ഠമായി എനിക്ക് വരച്ചു കാട്ടിത്തന്നു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ വന്യരായ ശംസുൽ ഉലമ EK ഉസ്താദും രാമനാട്ടുകര അബുഹാജിയും രാമനാട്ടുകര അധികാരിയും വീട്ടിൽ വരുന്നു. ഉസ്താദ് കുറച്ചു കാര്യങ്ങൾ പറഞ്ഞ ശേഷം പറഞ്ഞ ഹംസക്കുട്ടി മുസ്ലിയാരെ, സമസ്തയുടെ ഭാവി ഞാൻ ആ മനുഷ്യനിൽ കണ്ടിരുന്നു, പക്ഷേ അവൻ കമ്മ്യൂണിസ്റ്റായിപ്പോയി. ഈ മക്കളിലാണ് ഞാൻ സമസ്തയുടെ ഭാവി കാണുന്നത്. ഇവരിൽ ആർക്കെങ്കിലും വിസയോ മറ്റോ നൽകി, അതല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം സ്വീകരിച്ചു 2-3 ലക്ഷം രൂപ അന്നത് വലിയ സംഖ്യയാണ്. ഇന്ന് ഒന്നും അല്ല എങ്കിലും പരിഹാരം കാണണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ തല പോയത്, ഈ മക്കൾക്ക് ശംസുൽ ഉലമായെ തിരിച്ച് എന്റെ വീട്ടിലേക്ക് വിടാനുള്ള ബുദ്ധിയുണ്ടെങ്കിൽ ഇവർ നന്നാവും എന്ന് തന്നെയാണ്. ഞാൻ അങ്ങോട്ടാണ് ചിന്തിച്ചത്. അൽഹംദുലില്ലാഹ് സമദിനും സമദ് സാഹിബിനും സമപൂക്കോട്ടിനും തഥാ അബ്ദുൽ ഹമീദ് ഫൈലിക്കും ഞങ്ങൾ വിസ എടുത്ത് UAE വന്നു. സുന്നി സ്റ്റുഡൻസ് സെന്ററിന്റെ ഒരു കൗൺസിൽ വിളിച്ചു. അതിൽ നിന്ന് തന്നെ അൽഹംദുലില്ലാഹ് ഈ 3 ലക്ഷം രൂപ കടം വീടാനുള്ള വക ലഭിച്ചു. പിന്നീട് ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി, നിങ്ങൾക്ക് നമ്മുടെ തങ്ങൾ വരുന്നുണ്ട്. നമ്മള് കോയമ്മോനാണ് മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റ് എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷിച്ചു. ഞാൻ വല്ലപ്പോഴൊക്കെ സിയാറത്തിലേക്ക് ഏർവാടി ചെന്നപ്പോൾ മൂപ്പരും പരിവാരവും അവിടെയുണ്ട്. മറ്റൊരിക്കൽ അജ്മീറിൽ ചെന്നപ്പോൾ അവിടെയുണ്ട്. എന്നല്ല, എന്റെ നാട്ടിലെ പിള്ളേർക്ക് കണ്ണന്തള്ളിയുടെ പ്രസംഗം വളരെ സന്തോഷമാണ്. പലപ്പോഴും അവിടെ നാട്ടിൽ ആദർശരിയിൽ വിളിച്ചു വരുത്തി പലപ്പോഴും പങ്കെടുക്കാറുണ്ട്. അല്ലാഹു ഈ പ്രസ്ഥാനത്തിന് നായകത്വം വഹിക്കാനുള്ള കഴിവ്, ബുദ്ധി, ശക്തി, തന്റെ ഇടം അല്ലാഹു പ്രദാനിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നിര് ഇവര് ഹമീദ് ഫൈലിയും സമദും വന്നു. ഞങ്ങൾ കടം വീട്ടാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തു. പിന്നീട് PA സയ്യിദ് മുഹമ്മദ് ഹാജിയും ഞാനും കാളാവ് സൈദ് മുസ്ലിയാർ ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചു പറഞ്ഞു, നമുക്കൊരു ആസ്ഥാനം ഉണ്ടാക്കിക്കൂടായോ? സമസ്തയുടേതല്ലാതെ, സമസ്തയുടെ തന്നെ സംഘടന എങ്കിലും SKSFന്റെ സ്വന്തം. ഇങ്ങനെയാണ് നിങ്ങളെ സ്ഥലമെടുക്കുന്ന പക്ഷം നമുക്ക് പ്രവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോഴിക്കോട് അവർ തിരിച്ചു വന്ന് കോഴിക്കോട് സ്ഥലമെടുത്തു. രണ്ടാമത് വന്നപ്പോൾ ഏതാനും അറബികളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ MP അബ്ദുൽ ഖാദർ മൗലവിയും T അബ്ദുൽ അസീസ് ഫൈലി, അരിപ്രയും ഹമീദ് ഫൈലിയും ഒരു അറബിയുടെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചു ജയിലിലകപ്പെട്ടു. വിവരം എന്നെ ധരിപ്പിച്ചു. രാത്രി 10 മണിയായപ്പോഴേക്കും പോലീസ്, അന്നത്തെ DGP എന്റെ ശിഷ്യനായിരുന്നു അൽഫിയ, എന്നെ കൊണ്ട് ഓതി തീർത്തിട്ടുണ്ട്. മാലിക് മദ്ഹബിലെ ശറഹ് സഗീറും എന്നെ കൊണ്ട് അദ്ദേഹം ഓതിയിട്ടുണ്ട്. തഥാ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ ധരിപ്പിച്ചു. ഹമീദ് ഫൈലിയെ 10 ആയപ്പോഴേക്കും വിടിപ്പിച്ചു. ഇപ്പൊ കഴിഞ്ഞതൊരു കൂട്ടായ്മ ഓർമ്മയാണല്ലോ. അതും ഇതുമായിട്ട് ബുഖാരിയൊക്കെ ഓതുമ്പോ അല്ലെങ്കിൽ തഫ്സീർക്ക് ഓതുമ്പോ മീദത്തെ സൂറത്തും താഴത്തെ സൂറത്തും അല്ലെങ്കിൽ കഴിഞ്ഞ ഹദീസും ഈ ഹദീസും തമ്മിലുള്ള ബന്ധം എന്ന മര്യാദ ആയിരിക്കട്ടത്.
അത് പറഞ്ഞു കൊടുക്കുമല്ലോ കുട്ടികൾ എന്നതുപോലെ ഒരു ഓർമ്മ. പല അയ്യഹാൽ പറഞ്ഞു വരുന്നത്, രാവിലെ ഒരു 11 മണിയായപ്പോഴേക്കും അസ്ജിഫ് അലിയും അബ്ദുൽ ഖാദർ മുസ്ലിയും ഇറക്കി. ഞാൻ ഓർക്കുന്നു, നാസർ ഹംദാൻ ഹമ്മാദി എന്ന് പറയുന്ന റാബിത്തയുടെ മെമ്പറായ ഒരു വ്യക്തി ആദ്യമായിട്ട് 20,000 യെൻ നമുക്ക് എടുത്തു തന്നു, ജാപ്പാന്റെ യെന്ന്. അതാണ് കോഴിക്കോട് സ്ഥലം എടുത്തതിന്റെ തുടക്കം. അപ്പൊ അൽഹംദുലില്ലാ അങ്ങനെ ആ പ്രവർത്തനം ഊർജിതമാക്കി. പിന്നീട് പലപ്പോഴും വന്നു, പിന്നീട് ബിൽഡിങ്ങിന്റെ പ്ലാനായി. അത് എടുക്കാനുള്ള പണം പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് കടമെടുത്തുകൂടെ എന്ന് ചോദിച്ചു. മായൻകുട്ടി മാഷും പലരും പറഞ്ഞു അത് ശംസുൽമ സമ്മതിക്കുകയില്ല എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അനുമതി മേടിച്ചു തരാം. ഈ പറയുന്ന രാമനാട്ട് അബുഹാജിയും മദ്രാസിലെ കുഞ്ഞുമോൻ നാജി ഫിർദൌസും ഞാനും മായൻകുട്ടി മാഷും ശംസുൽമയുടെ അരികെ പോയി. അദ്ദേഹം പറഞ്ഞു, എത്രയാണ് വേണ്ടത്? 30 ലക്ഷം. അത് നിങ്ങൾ കണക്കിൽ നമുക്ക് കടം കൊടുത്തായിട്ട് കയറ്റാലോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അതുകൊണ്ടും ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് UAE അബുദാബി സുന്നി സെന്റർ ഒരു ഫ്ലോറ് വിലക്ക് അതിൻ്റെതായ ക്യാഷ് എന്ന് പറഞ്ഞ 65 ലക്ഷം രൂപ കൊടുത്തു. താഴെ കിച്ചണും പാർക്കിങ്ങും സൗകര്യം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടും 5 ലക്ഷം രൂപ കൂടി കൊടുത്തു. ഇതൊക്കെയാണ് ഇതിന്റെ ചരിത്രം. അന്ന് SKSFന്റെ ഒരു സംഘടന UAE ഉണ്ടാക്കിയപ്പോൾ ആദ്യത്തെ സെക്രട്ടറി ഞാനായിരുന്നു. ഇപ്പോൾ അവിടെയുള്ളവർക്കും ഇവിടെയുള്ളവർക്കും അത് അറിയുമോ എന്നറിഞ്ഞുകൂടാ. എന്തായാലും അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ മാത്ര അനുഗ്രഹത്താൽ ആ പ്രവർത്തനം ഊർജിതമാക്കി ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ വളർന്നു വന്നു, പടർന്നു, പന്തലിച്ചു. അള്ളാഹു വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒന്നിന് പ്രവാസി സംഗമം എന്ന് പറയുമ്പോൾ ഏതാനും എന്റെ മനോമുഖരത്തിൽ വരുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയാതിരിക്കാൻ വയ്യ. ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് 9/7/2012 വന്നൊരു കണക്കാണ് ഞാൻ വായിക്കുന്നത്. 6,17,000 പേര് ഗൾഫ് നാട്ടിലുണ്ട്. ഇങ്ങനെ 3,36,000. കണ്ണൂരിൽ നിന്ന് 2,54,000. തൃശ്ശൂരിൽ നിന്ന് 28,90,000. അതേപോലെ കൊല്ലത്ത് നിന്ന് 1,47,000. എറണാകുളം 1,90,000. ഇങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് മുസ്ലിംസ് ഉള്ളത് ഇങ്ങനെ 8,83,000. ഹിന്ദു 6,17,000. ക്രിസ്ത്യൻ 3,47,000. എന്നാൽ ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്ന ജാതി മത ഭേദമന്യേ ഈ അറബ് നാട് ഇസ്ലാമിക രാഷ്ട്രം ഇവരെ ഉൾക്കൊള്ളാനും ജോലി കൊടുക്കാനും സന്നദ്ധരായി. നിങ്ങൾ ചിന്തിക്കണം, 1969 ഇവിടെ BPL 70 കാലത്ത് 71 വരേക്കും 69%. ഇന്ന് 20ന്റെയും 25ന്റെയും ഇടയിൽ നിൽക്കുന്നുവെങ്കിൽ നോബൽ സമ്മാന ജേതാവായ അമൃതാസൻ വരെ പറഞ്ഞു ഇത് ഗൾഫല്ലെങ്കിൽ മറ്റെന്താണ് എന്ന്. ഈ UK-യും തഥാ പഴയകാലത്ത് ബർമ്മയും സിലോണും മലേഷ്യയും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. എന്ത് സാമ്പത്തിക പുരോഗതി ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഈ ഗൾഫിന്റെ ഈ മക്കളുടെ ഈ വിയർപ്പല്ല ഈ ഭാരതത്തിന്റെ സാമ്പത്തിക ഭദ്രത ഇന്ന് എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? ഇവർക്ക് വേണ്ടി എന്തു ചെയ്തു? 79 മുതൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ അത് ഫ്രീ സർവീസ് ആക്കണമെന്ന്. പുലിയും നരിയുമുള്ള സിലോണികളുടെ സിലോൺ എയർവേസ് എയർലങ്കയിൽ ഫ്രീ ആണ്. വെറും പാവങ്ങളും പെറുക്കികളുമായി ജീവിക്കുന്ന 70%
പാവങ്ങളായ ബംഗ്ലാദേശിലെ വിമാൻ എയർവേസിലും ഫ്രീയാണ്. 158ഓളം എയർക്രാഫ്റ്റ് അഥവാ യുഎഇയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ഏതാനും രാഷ്ട്രത്തിലുള്ള എയർവേസുകൾ മാത്രമാണ് ഫ്രീ ഡെഡ് ബോഡി സർവീസ് ഫ്രീ ആക്കാത്ത. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. വോട്ടിന് വേണ്ടി നാം ഒരുപാട് ശബ്ദിച്ചു, ആരുണ്ടായി? ഇന്നും അത് അർഹിക്കുന്ന രൂപത്തിൽ വിദേശികൾക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഈ കാണുന്ന പുരോഗതിയുടെ ബേക്കിൽ ഗൾഫ് നാടല്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? എന്നാൽ ഇവർക്ക് എന്ത് ചെയ്തു? ഇവിടെ ഇവർ ഗൾഫുകാരൻ വന്നു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ, ഇപ്പൊ പിന്നെ വാട്സപ്പ് ഉണ്ട്, പഴയ കാലത്ത് ഈ കത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്ട ഒരു 15 ദിവസം, ഒരു 15 ദിവസം യാത്ര പറയാനും രാത്രിയിൽ പിന്നെ കൂടുമയങ്ങാതെ നിർവാഹമില്ല, ആണും പെണ്ണും കൂടി കിടക്കുന്നതുകൊണ്ട് കുട്ടികളുണ്ടായിന്നും വരും എന്നല്ല. എന്ത് കുടുംബ ബന്ധമാണ് ഈ ഗൾഫുകാരനുള്ളത്? മുഖത്ത് നോക്കി മാനമായി ഒന്ന് ചിരിച്ചാൽ നാം മനസ്സിലാക്കണം അവൻ 5000 10,000 25,000 വായ്പയ്ക്ക് വന്നതാണെന്ന്. സത്യം ഇതല്ലേ? നമുക്ക് ഈ ഗൾഫുകാരുടെ കയ്യിൽ നിന്ന് അവൻ മാങ്ങ അറക്കുന്ന തോട്ടി, മാമ്പഴം പറിക്കുന്നവനിക്ക് ഈ തോട്ടി മാവും അതേപോലെ പറിക്കുന്നതുമായിട്ട് എന്ത് ബന്ധമുണ്ട്? മാതാപിതാക്കൾ മുതൽ ജ്യേഷ്ഠാഞ്ചന്മാര്, സ്വന്തം ഭാര്യ, മക്കൾ വരെ ഗൾഫുകാരെ അവരുടെ പണമാണ് ആഗ്രഹിക്കുന്നത്. ഓൺലി അവരുടെ പണം. അവരാര് സ്നേഹിക്കുന്നു? പടച്ച തമ്പുരാനെ, ഇനി ഞങ്ങളെ ഹൈബാക്കരുത് തമ്പുരാനെ. അല്ലാഹ് ഹൈബാക്കാതിരിക്കട്ടെ. ഇവരുടെ പണം മാത്രം. അതിൻ്റെതായ മാർഗങ്ങൾ, വിവിധങ്ങളായ മാർഗങ്ങൾ പലരും സ്വീകരിക്കും. മാധ്യമങ്ങൾ പലത്. ലക്ഷ്യം ഒന്ന്. ലക്ഷ്യം പണ്ട് ഉറുദുവിലുള്ളൊരു പഴമൊഴി, സബ്സെ ബഡാ പീർ പൈസ പീർ. എല്ലാത്തിനെക്കാട്ടി വലിയ ഔലിയ പൈസയാണ്. പൈസനെക്കാട്ടി വലിയ ഔലിയില്ല. എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 500 കോടിയുടെ കല്യാണം പരോലിറങ്ങിയ വ്യക്തി ഇവിടെ വെച്ചൊരു BJP നേതാവ് കഴിക്കുമ്പോൾ നെഞ്ചും വിരിച്ച് ഈ കാണുന്ന 17 കോടിയുടെ ആഭരണം ധരിച്ച് 90 കോടിയുടെ 90 കോടിയുടെ ആഭരണം ധരിച്ച് 17 കോടിയുടെ സാരി ചുറ്റി 2000ന്റെ നോട്ടിന്റെ ബൊക്ക കൊടുത്ത് ആസ്വദിക്കുമ്പോൾ നമ്മുടെ വിയർപ്പ് ബാങ്കിലിട്ടത് എടുക്കാൻ നിർവാഹമില്ലാത്ത ദുരവസ്ഥ. വാട്സപ്പാണത്രേ, ഒക്കെ അങ്ങനെയാണല്ലോ. ഏതായാലും 13,860 കോടി മഹേഷ് ഗുജറാത്തിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ നാട്ടുകാരന് വെളിപ്പെടുത്തിയപ്പോൾ സ്രോതസ് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ബാന്ദ്രയിലെ അബ്ദുറഹ്മാൻ 2 ലക്ഷം കോടി രൂപ വെളിപ്പെടുത്തിയപ്പോൾ സ്രോതസ് പറയാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വിജയ് മല്യയുടെ 7016 കോടി എഴുതിത്തള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം $4000 കോടി മക്കളുടെ പേരിൽ ട്രാൻസ്ഫർ ചെയ്തു ഈയിടെയായിട്ട്, ഒരു 15 ദിവസം മുമ്പ്. ഇതിന്റെ അതേ മൂല്യം വെച്ചുകൊണ്ട് വേറെ 7016 അടിച്ചു എന്നല്ലേ? UK-യിലെ സ്വർഗദ്വീപിൽ 6 അടി ജീവിക്കുമ്പോൾ കോമൺവെൽത്ത് രാഷ്ട്രത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ഭാരതത്തിലേക്ക് ഇത്തരം അഴിമതികൾ നടത്തി പോയ മനുഷ്യനെ കൊണ്ടുവരാൻ കഴിയയില്ല എന്ന് ആരാണോ വിശ്വസിക്കുക? ഈ ഭരണകൂടത്തിന്റെ കീഴിലാണ് നാം ജീവിക്കുന്നത്. മക്കളെ, എനിക്ക് പറയാനുള്ളത്, നാം അല്ലാഹുവിൽ അർപ്പിച്ചു സേവനം ചെയ്യുക. എന്റെ മുഹമ്മദ് അരീഫി എന്ന് പറയുന്ന ഇന്ന് സൗദിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട പ്രബോധകനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ 20 ലക്ഷത്തോളം അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിറ്റഴിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ വയസ്സ് only 40.
നിങ്ങൾക്കറിയാം, ആ പ്രവാചക പ്രഭു ഈ ലോകത്ത് വന്നപ്പോൾ ഇന്ത്യയിൽ, ഭാരതത്തിൽ ഹിന്ദു ദർശനം ഇവിടെ നടത്തിയിരുന്നത് ശ്രീശങ്കറായിരുന്നു. ഈ മതപ്രചരണം അദ്ദേഹം നടത്തിയത് ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ ഉണ്ടായിട്ടല്ല. അദ്ദേഹം ഇവിടെ ജീവിച്ചത് കേവലം 33 വയസ്സാണ്. ലോകം മൊത്തം ഭരിച്ച 4 രാജാക്കന്മാരിൽപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി കേവലം 33 വയസ്സാണ് ജീവിച്ചത്. എന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാം ഇന്ന് ലോകത്തുള്ള പോപ്പുലേഷൻ ജനറേഷൻ എടുത്തു നോക്കിയാൽ, ജനങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ്. അവരുടെ വഴി പിഴച്ചു, ആശയം പിഴച്ചിട്ടുണ്ട്. പക്ഷേ ഈസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ ഈ ലോകത്ത് മതപ്രചരണം നടത്തിയ 33 വയസ്സാണ്. കേവലം 33 വർഷം. മൗലാന അബ്ദുല്ലാഹി ലഖ്നവിയുടെ ഗ്രന്ഥങ്ങൾ ദാറുൽ ഉലൂമിൽ ചെന്നപ്പോൾ ഒരു റൂമിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ മാത്രമാണുള്ളത്. അദ്ദേഹം ഇവിടെ ജീവിച്ചത് 39 വർഷമാണ്. ഇമാം നവവി തങ്ങൾ റഹ്മഹുല്ലാ അവരുടെ ഗ്രന്ഥങ്ങൾ ഈ ഭൂമി നക്ഷത്രത്തിൽ വായിക്കപ്പെടാത്ത ടൈം ഉണ്ടാവുകയില്ല. ഇമാം നവവി തങ്ങൾ ഇവിടെ ജീവിച്ചത് 40 വയസ്സാണ്. എന്നാൽ നാം ഈ സമുദായത്തിന് വേണ്ടി എന്ത് സേവനം ചെയ്തു? ഈ സമുദായത്തിനായി നാം എന്ത് ചെയ്തു? നാം ഓരോരുത്തരും മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിന് ഓർമ്മ വരുന്നു, ഇമാം ഗസാലി തങ്ങൾ വഫാത്തായപ്പോൾ തന്റെ ശിഷ്യൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ ദർശിച്ചു. സ്വർഗീയ ആഡംബരങ്ങളിൽ കഴിയുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, തങ്ങൾ ധാരാളം ഗ്രന്ഥങ്ങൾ ചെയ്തിട്ടുണ്ട്, ധാരാളം ദീനീ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്, അതിന്റെ പേരിൽ നൽകപ്പെട്ടതാണോ ഇത് എന്ന് ചോദിച്ചപ്പോൾ, കല്ല, അങ്ങനെയല്ല വിഷയം. മറിച്ച് ഞാനൊരിക്കൽ കിതാബ് എഴുതുമ്പോൾ കലം മഷിക്കുപ്പിയിൽ നിന്ന് എടുത്ത സമയത്ത് കുപ്പിമേൽ ഒരു തുള്ളി മഷി ഊറ്റി. എഴുതിക്കഞ്ഞു ചെന്നപ്പോൾ ഈച്ചയിരിക്കുന്നു. ഈച്ചയുടെ ദാഹജലം അത് ദാഹം തീർക്കാതെ പറന്നു പോകുമെന്ന് ഭയന്ന് കലം ഞാൻ വിട്ടുപിടിച്ചു. ഈച്ച പറന്ന ശേഷമാണ് രണ്ടാമത് എഴുതിയത്. ഇങ്ങനെ അള്ളാഹുവിന്റെ ഒരു ജീവിക്ക് ദാഹജലത്തിന് അവസരം നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിற்கு നൽകിയ സമ്മാനമാണ് ഈ സ്വർഗീയ ആഡംബരം എന്ന് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാം പ്രവർത്തിക്കുക ഇഖ്ലാസോടുകൂടി. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. പൂർവ സൂരികളും ഇതിനു വേണ്ടി പ്രവർത്തിച്ചതായിരിക്കുന്ന ആൾക്കാരൊന്നും നമുക്ക് മറന്നുകൂടാ, വേദനിപ്പിക്കരുത്. അതൊക്കെ നാം ശ്രദ്ധിക്കണം, പ്രവർത്തനം കാഴ്ചവെക്കണം. ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, ലോകമാന്യത്തിന് വേണ്ടി ആവരുത് എന്ന ഉപദേശത്തോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനുഅ എന്ന സൂക്തത്താൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ആദർശേരി ഹംസകുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സാദാത്യങ്ങൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഇവിടെ
ഈ സദസ്സൻ ഇവിടെ ഈ സദസ്സിൽ ആവശ്യമായ പഠനാർഹമായ പല ഉപദേശങ്ങളും മറ്റു പല സംഭവങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് ഹംസകുട്ടി മുസ്ലിയാരോട് ഉണർത്തുകയുണ്ടായി. വളരെയധികം ഈ സംഘടനയുടെ ആദ്യകാല പ്രവർത്തനങ്ങളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന, മാത്രമല്ല പഠനാർഹമായ പല വിഷയങ്ങളും അതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള ഈ ഉപദേശം, ആ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ കൂടുതൽ പ്രഗത്ഭരായ നേതാക്കൾ, പണ്ഡിതന്മാരൊക്കെ ഇവിടെ പ്രസംഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. മസ്കത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മസ്കത്ത് സുന്നി സെന്റർ, അതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന രൂപത്തിൽ SKSSM-ന്റെയും സമസ്തയുടെയും മറ്റു നമ്മുടെ നേതാക്കളൊക്കെ മസ്കത്തിലെത്തുമ്പോൾ നേരത്തെ പറഞ്ഞ UAE പോലൊന്നുമല്ല എങ്കിലും മസ്കത്ത് മസ്കത്താണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പരിധി അനുസരിച്ചുകൊണ്ട് പരമാവധി പല കാര്യങ്ങളിലും ഞങ്ങളെല്ലാം സമസ്തയോടുള്ള ആദരവ് മൂലം അവിടെയുള്ള പ്രവർത്തകന്മാർ സഹായിക്കാറുണ്ട്. നേതാക്കൾ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യാറുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. SKSSF തിരുവനന്തപുരം ജില്ല അവിടെ ഒരു ആംബുലൻസ് ആവശ്യപ്പെടുകയും ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ രോഗികൾക്കും നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കൊക്കെ വലിയ മനസ്സിലാക്കി ആദ്യമായി തിരുവനന്തപുരം ജില്ല SKSSF-ന്റെ ആഭിമുഖ്യത്തിൽ ഒരു ആംബുലൻസ് നൽകുകയുണ്ടായി. ഇവിടെ വാട്സപ്പിനല്ലേ, അതിന് സമയമില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആയി ഉയർത്തപ്പെട്ട സന്ദർഭത്തിൽ ജില്ലാ SKSF ബഹുമാനപ്പെട്ട തങ്ങൾ മുഖേന ഒരു ആംബുലൻസ് ആവശ്യപ്പെട്ട് മസ്കത്ത് സുന്നി സെന്റർ, അതിൻ്റെ ആള് ഈ ആനമങ്ങാട് മുഖേന, ആനമങ്ങാട് മസ്കത്തിൽ എപ്പോഴും ഇങ്ങനെ ബന്ധപ്പെടാറും പല പ്രാവശ്യവും പല കാര്യങ്ങൾക്കും ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്, പല വിഷയങ്ങൾക്കൊക്കെ. അതുകൊണ്ട് അദ്ദേഹം മുഖേന ഉടനെ ബന്ധപ്പെട്ട് വിളിക്കേണ്ടവരൊക്കെ വിളിച്ചു. ചുരുക്കത്തിൽ അങ്ങനെ ആംബുലൻസ് ഇവിടെയും നൽകുകയുണ്ടായി. അത് ഉണർത്തിയെന്ന് മാത്രം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അത് നേടിച്ചു കാണും. അതിന് ഉണർത്താനുള്ള കാരണം അവിടെയുള്ള പ്രവർത്തകർക്ക്, നേതാക്കൾക്ക്, സംഘടനയുടെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ദുആ ചെയ്യണമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ മസ്കത്ത് കേന്ദ്രമായി മസ്കത്ത് SKSSF വളരെയധികം നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. അതിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ്, മസ്കത്ത് SKSSF-ന്റെ പ്രസിഡന്റ് ജലീൽ ഹുദവിയുടെ ഉണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ അതിന് നേതൃത്വം നൽകുന്നത്, മറ്റു പ്രവർത്തകന്മാരൊക്കെ. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് സമസ്തയുടെ ആധികാരിക സംഘടന നിലക്ക് SKSSF-ഉം അതുപോലെ മസ്കത്ത് സുന്നി സെന്ററും മസ്കത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സലാലടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രതികൂലമായ സാഹചര്യമാണ് നമ്മൾക്കവിടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉള്ളത്.
എന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ക്ലാസുകൾ നടക്കുന്നു, മറ്റു വിഷയങ്ങളൊക്കെ നടക്കുന്നു, മദ്രസകൾ നടക്കുന്നു, പല കാര്യങ്ങളും. അതൊക്കെ സർവോപരി വളരെ ഭംഗിയായ നല്ല രൂപത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി ഒക്കെ പ്രവർത്തിക്കാനുള്ള തൗഫീഖിന് വേണ്ടി എല്ലാവിധ സാഹചര്യത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടായ്മ നിലനിർത്തി തരുകയും ഇഖ്ലാസോടുകൂടെ നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞ പോലെ വളരെ എന്ത് പ്രവർത്തിച്ചാലും ഇഖ്ലാസ് അത് മാത്രമാണല്ലോ പ്രാധാന്യം. ഇഖ്ലാസ് ഇല്ലാതെ, ആത്മാർത്ഥതയില്ലാതെ, നല്ല നിയ്യത്തില്ലാതെ എന്ത് ചെയ്താലും ഒരു പ്രയോജനം ലഭിക്കുകയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഈ ആത്മാർത്ഥതയില്ലാത്തായിരിക്കുന്ന പ്രവർത്തനങ്ങളും അതിനുവേണ്ടി കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളുമാണ്. അത് നാം മനസ്സിലാക്കി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ, ഉസ്താദുമാർ അടുത്ത കാലത്തായി വളരെ മരണപ്പെട്ടുപോയി. അള്ളാഹുർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവരുടെ ഒഴിവ് മൂലം സംഘടനയ്ക്ക് വന്ന കോട്ടം അള്ളാഹു നികത്തിത്തരികയും പകരക്കാരെ അള്ളാഹു നൽകി പൂർണ്ണമായും വിജയത്തിലേക്ക് അള്ളാഹു എത്തിച്ചു തരികയും ചെയ്യുമാറാവട്ടെ. നാം എല്ലാവരും ചെറുപ്പക്കാരായ SKSF പ്രവർത്തനമാണ്. പലയിടങ്ങളിലും സജീവമായിട്ട് സമസ്തയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അന്ന് പറഞ്ഞ പോലെ ഇത് SKSF പ്രവർത്തനമാണ്. ആ SKSF മഹാന്മാരായ ഉസ്താദന്മാരെ, സമസ്തയുടെ നേതാക്കളെ ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട്, ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, പഴയ ആളുകളെ കണക്കിലെടുത്തുകൊണ്ട് നല്ലവരായ ആ പ്രവർത്തനം ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ചുണ്ടായിരിക്കുന്ന മങ്കാന ലഹു മാലും ഫല്യതസദ്ദഖ് ബിഹി വമങ്കാന ലഹു ഇൽമും ഫല്യതസദ്ദഖ് ബിഹി വമങ്കാന ലഹു ഖുവ്വത്തും ഫല്യതസദ്ദഖ് ബിഹി ഔ കമാ ഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും കഴിവ് നാം ഉപയോഗപ്പെടുത്തണം. അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി പൂർണ്ണ ആരോഗ്യം, ആഫിയത്തും സിഹത്തും അള്ളാഹുവിന്റെ താഴത്തിൽ ദീർഘായുസും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇനി നമ്മളോട് ബഹുമാനപ്പെട്ട ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉസ്താദ് സംസാരിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മസ്കത്ത് നമ്മുടെ പ്രവാസി സഹോദരന്മാർ ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ്, അതുപോലെ നമ്മുടെ വിവിധ വിദേശ പ്രവാസികളായ ഒരുപാട് ആളുകൾ ധാരാളം സഹായങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞതും അതിലേറെ നമ്മൾ അറിയാത്തതുമായ ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി നമ്മുടെ പ്രവാസികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു തആലക്ക് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജില്ലാ കമ്മിറ്റിക്കും മറ്റു തലങ്ങളിലും, നമ്മുടെ ജില്ല എന്ന് മാത്രമല്ല ചില സ്ഥലങ്ങളിൽ യൂണിറ്റ് മുതൽ സംസ്ഥാന തലം വരെ നമ്മുടെ പ്രവാസികളുടെ വളരെ അകമഴിഞ്ഞ സഹായങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അറിഞ്ഞതിനപ്പുറം. അപ്പം നമ്മൾ ഈ ജില്ലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അറിയും. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജില്ല എന്നതിനപ്പുറം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും പ്രവർത്തനങ്ങളിൽ അവർ നിരന്തരം ഭാഗവെക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരാളെ സംബന്ധിച്ച് ഒരു സമ്മേളനം വരുമ്പോൾ, ഒരു പരിപാടി വരുമ്പോൾ മാത്രമേ അവർക്കതിൽ ഭാഗവെക്കാവേണ്ട ആവശ്യമുള്ളൂ. ഒരു പ്രവാസി അങ്ങനല്ല. അവർ എല്ലാ ജില്ലക്കാരെയും ബന്ധപ്പെടുന്ന ആളുകളായതുകൊണ്ട് എല്ലാവരുടെയും വിഷയത്തിൽ നിരന്തരം ഒരു ദിവസമെങ്കിലും ഒരു ധർമ്മം, ഒരു നന്മയ്ക്ക് വേണ്ടി ചെയ്യാത്ത പ്രവാസികൾ വളരെ കുറവായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നവർ അല്ലാതെ ജോലി, റൂം എന്ന രീതിയിലുള്ള കുറെ ആളുകളുണ്ട്. അതിലപ്പുറം സംഘടനയ്ക്ക് വേണ്ടി പൊതുവായിട്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രവാസികളുടെയും പ്രത്യേകത ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി സംഭാവന കൊടുക്കാത്തൊരു ദിവസം ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല. പ്രവാസി എന്ന ആ ലേബിള് അവർക്ക് നിലനിൽക്കുന്നത് കൊണ്ട് നാട്ടിൽ വന്നാലും നമ്മൾ ഉടൻ അറിഞ്ഞ് അവിടെ പല ആളുകൾ പിരിവിന് പോകും. നാട്ടുകാര്, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, മേഖലാ കമ്മിറ്റി, ഇങ്ങനെ നമ്മൾ നിരന്തരം അവരെ സമീപിക്കുകയാണ്. ചുരുക്കി പറഞ്ഞ നാട്ടിൽ വന്നാലും സ്വസ്ഥമില്ല, ഗൾഫിലാണെങ്കിലും അത് ആ രീതിയിൽ തന്നെ. അൽഹംദുലില്ലാ, അതുകൊണ്ടൊക്കെ ആകും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നിഅമത്തുകളും ബർക്കത്തുകളൊക്കെ നിലനിൽക്കുന്നത്. അതിനുള്ളൊരു താങ്ങും തണലും ഒരു സബബും
ഒരുപക്ഷെ ഈ സഹായമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമെന്ന് അല്ലാഹു തആല അത് ബർക്കത്തോടുകൂടെ നിലനിർത്തി അല്ലാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മുടെ UAE-യിലൊക്കെയുള്ള ധാരാളം ആളുകൾ, ഖത്തറിലുള്ള മറ്റു നമ്മുടെ ഒരുപാട് രാജ്യങ്ങളിലുള്ള ആളുകൾ സപ്ലിമെന്റും മറ്റു കാര്യങ്ങളിലും സുവനീറിലും എല്ലാറ്റിലും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ സഹായത്തിന് മാത്രം ബന്ധപ്പെടും എന്ന ഒരു കുറവ് നമ്മുടെ ഭാഗത്ത് ഇപ്പോഴുമുണ്ട്. അത് നികത്താൻ വേണ്ടി പല ശ്രമങ്ങളും നമ്മൾ നടത്തിയെങ്കിലും അതൊന്നും വേണ്ടതുപോലെ വിജയിക്കാതെ പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് നല്ലൊരു ലിങ്ക് ഈ വിഷയത്തിലുണ്ടായി മുന്നേറണം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പലപ്പോഴും നാട്ടിൽ വന്ന പല ആളുകളും എന്തെങ്കിലും അറിയിക്കാൻ തന്നെ ഒരു പേടിയാണ്. കാരണം നാട്ടിൽ വന്നൊരു ആഴ്ചക്കോ 10 ദിവസമൊക്കെ വന്നിട്ടൊന്ന് ഫാമിലിയുമായി കറങ്ങി തിരിഞ്ഞൊക്കെ ഒന്ന് പോകാമെന്നുള്ള സന്തോഷത്തിൽ വരികയാണ്. അതിനിടയിൽ നമ്മുടെ ഈ വിഷയങ്ങളൊന്നും ബന്ധപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് നല്ലൊരു ബന്ധങ്ങളുണ്ടാക്കി നല്ല റാഹത്തോടുകൂടെ മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു നമുക്ക് എല്ലാവിധ സന്തോഷങ്ങളും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ സൗദിയിലൊക്കെ പ്രദേശങ്ങളിലൊക്കെ നിരന്തരം ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ അവിടെ മഴ വർഷിച്ച ഒരുപാട് ആളുകൾക്ക് പ്രശ്നം, കമ്പനിയിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന വിഷയം. രാവിലെ ഇപ്പം ഞാനടുത്ത് ഖത്തറിൽ ചെന്നപ്പം 2 ആളുകൾ അവർ രാവിലെ ഉപ്പിക്ക് പോകുമെന്ന് പറഞ്ഞ് വൈകുന്നേരം ഒരു തിരിച്ച് റൂമൊക്കെ എന്നോട് പറഞ്ഞ് ഞങ്ങൾ ജോലി പോയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു അവസ്ഥയാണ്, ഇത് നമ്മൾ നേരിട്ട് അനുഭവിച്ചൊരു സംഗതിയാണ്. അപ്പൊ ഇങ്ങനെ രാവിലെ പോകുമ്പോൾ ജോലിയുണ്ട്, വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ജോലിയില്ലാത്ത അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, ഈ ഇതുമായി ബന്ധപ്പെട്ടതല്ല. എന്റെ സമൂഹത്തിൽ അവസാന കാലഘട്ടത്തിൽ രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരം കാഫിറും, വൈകുന്നേരം രാവിലെ മുസ്ലിമാകുമെന്ന് പറഞ്ഞതുപോലെ ഒരുപാട് പ്രവാസികൾ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം ജോലിയില്ല എന്ന വാർത്തയുമായിട്ടാണ് വളരെ വേദനയോടുകൂടെയാണ് പല ആളുകളും റൂമിലേക്ക് തിരിച്ചു വരുന്നത്. പിന്നീട് കുറെ ആളുകൾ അവിടെ എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി അതിനുള്ള പരിശ്രമം നടത്തും. കുറെ ആളുകൾ അതിൽ ചിലപ്പോൾ വിജയിക്കും, ചില ആളുകൾ പരാജയപ്പെടും. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും റാഹത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ജോലി സംബന്ധമായ പ്രയാസമുള്ളവര്, സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ഒരുപാട് ഭീഷണിയും പ്രയാസങ്ങളുള്ളവര്, അതുപോലെ തന്നെ ഇതുപോലെ പ്രകൃതിപരമായ ബുദ്ധിമുട്ടുകളുള്ളവർ, എല്ലാത്തിനും അല്ലാഹു തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല ഒഴിവാക്കി 2 ലോകത്തും അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ ആഫത്ത്, മുസീബത്തുകളെ, പ്രയാസങ്ങളെ ഒഴിവാക്കാനുള്ള വലിയ ഒരു കാരണമാക്കി അല്ലാഹു തആല മാറ്റട്ടെ. അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്കൊന്ന് കൂട്ടമായി ഫാത്തിഹ ഓതി ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാർ ദുആ ചെയ്യും. അതിനുമുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ആനമങ്ങാട് മോദുകുട്ടി പേശി കുറഞ്ഞ സമയം നമ്മോട് സംസാരിക്കും. അതിനുവേണ്ടി ബഹുമാനം السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഈ വേദി നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട അധ്യക്ഷ ശ്രേഷ്ഠരെ, ഗുരുതുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പുറങ്ങുസ്താദ്, ഈ മഹനീയ സംഗമത്തിൽ വിദേശ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും SKSF-ന്റെ കാവൽ ഭടനും, വാദിനൂർ എന്ന മഹിതമായ SKSF-ന്റെ സമ്മേളനം വിജയിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ജനാബ് അബ്ദുൽ ജലീൽ, ബഹുമാനപ്പെട്ട ദുബൈ അബ്ദുൽ ഗഫൂർ ദുബൈ, സൈനുദ്ദീൻ PC വളമംഗലം, മക്കയിലെ SOS-ന്റെ സജീവ പ്രവർത്തകനാണ്. ബഹുമാനപ്പെട്ട MP നോമാൻ മുസ്തഫൽ ഫൈലിയുടെ പൊന്നോമനപുത്രനാണ്. ജലീൽ ഹുദവി SKSF മസ്കത്ത്, അബ്ബാസ് ഫൈലി പെരിഞ്ചേരി ജിദ്ദ, സുബൈർ ഫൈലി കട്ടുപാറ ഖത്തർ, അബ്ദുള്ള അമ്മിനിക്കാട്, അബുഹാജി ആനമങ്ങാട്, നൌഷാദ് വാഫി ദുബൈ, ഗഫൂർ ഇരുമ്പ് ജോലിയുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യം ഇവിടെയുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമേറിയ കാര്യമാണ്.
ബഹുമാനപ്പെട്ട SKSF-നെ താങ്ങി നിർത്തുന്നത്, അതിൽ മുഖ്യ പങ്ക് വഹിച്ചതും SKSF-ന് തങ്ങൾ പാപ്പുണ്ട് വരണം. ബാക്കിൽ തങ്ങൾ താനാള് തന്നെ ഇങ്ങാണ്ട് തീരണ്ട, നിങ്ങൾ തിരി. ആകെ നമ്മളെ കളി തങ്ങന്മാരെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ പിന്നിരുന്നാൽ എങ്ങനെ? അതെങ്ങനെ അല്ല ഇങ്ങോട്ട് മുന്നിൽ MP സ്ഥാനിന്റെ സീറ്റിലിരിക്കേ, MP സ്ഥാനിന്റെ സീറ്റിലിരിക്കേ, അതന്നെ MP സ്ഥാൻ ഇങ്ങോട്ടിരിക്കേ, ഇവിടേക്ക്. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത ഷഹീദ. അഹ്ലുബൈത്തിനെ സ്നേഹിച്ച് വല്ലവനും മരിച്ചാൽ അവൻ ഷഹീദായി മരിച്ചു എന്നാണ്. അഹ്ലുബൈത്തിനെ സ്നേഹിച്ച് മരിച്ചാൽ അതാ അല അറിയിപ്പ്. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത മുഅ്മിന. അഹ്ലുബൈത്തിനെ സ്നേഹിച്ച് വല്ലവനും മരിച്ചാൽ അവൻ മുഅ്മിനായി മരിച്ചു. അല അറിയിപ്പ്. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത മഗ്ഫൂറൻ ലഹു. അഹ്ലുബൈത്തിനെ സ്നേഹിച്ച് വല്ലവനും മരിച്ചാൽ പൊറുക്കപ്പെട്ട നിലയിൽ അവൻ മരിച്ചു. അല അറിയിപ്പ്. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുബൈത്തിനെ സ്നേഹിച്ച് വല്ലവനും മരിച്ചാൽ യസിഫു ഇലൽ ജന്നതി. സ്വർഗത്തിലേക്ക് അവനെ ആനയിക്കുന്നതാണ്. ഏതുപോലെ കമാ തസിഫുൽ അറൂസ ഇലാ ബൈത്തി സൗജിഹ. മണവാട്ടിയെ മണവാളന്റെ വീട്ടിലേക്ക്, ഭർത്താവിന്റെ വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുന്ന അഹ്ലുബൈത്താണ് നമ്മുടെ വിജയം. പാണക്കാട് കുടുംബത്തിലെ കണ്ണിലുണ്ണികളും അതുപോലെ ഇന്ന് നമ്മെ നയിക്കുന്ന സാദാത്തുക്കളും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അമരത്ത് നിൽക്കുന്നവരൊക്കെ സാദാത്തുക്കളാണ് എന്നതിൽ നമുക്ക് വലിയ അഭിമാനമുണ്ട്. നമുക്കറിയാം SKSF എന്ന മഹിതമായ സംഘടനയുടെ ആസ്ഥാന മന്ദിരം ഇന്ത്യയിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ഇതുപോലെയുള്ള സംവിധാനമില്ലാത്ത നിലക്ക് ഒരു ഓഫീസ് സിസ്റ്റം ഈ ഉമ്മത്തിനുണ്ടാക്കിയതിന്റെ പിന്നിൽ നമ്മുടെ പ്രവാസികളുണ്ട്, വിദേശ സുഹൃത്തുക്കളുണ്ട്. ഇന്ത്യയിലെ 21 കലക്ടർമാർ ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ 1-ാം നമ്പർ കലക്ടർ എന്ന ഖ്യാതി കിട്ടിയ നമ്മുടെ ഈ തൊട്ടടുത്ത പ്രദേശമായ കീഴ്ശേരിയിലെ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന നമ്പർ 1 സ്ഥാനത്തുള്ള കലക്ടറെ കലക്ടറാക്കുന്നതിൽ മസ്കത്ത് സുന്നി സെന്ററിന്റെ കയ്യൊപ്പുണ്ട്, SKSF-ന്റെ സഹായമുണ്ട്. രാജാക്കന്മാരുടെ രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന മാണ്ഡ്യ ജില്ലാ കലക്ടറായ ബഹുമാനപ്പെട്ട എന്താ പേര് ജാഫർ സാദിഖ്, അദ്ദേഹം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അതും എനിക്ക് നോക്കണമല്ലോ. ജാഫർ സാദിഖ് അതും SKSF-ന്റെ ഒരു സംഗതിയാണ്. അപ്പൊ എല്ലാ രംഗത്തും മതരംഗത്തും ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞല്ലോ, റഫീഖ് അഹമ്മദ് പറഞ്ഞു 4000 റുപ്യ കിട്ടിയിട്ടുണ്ട് ഒരു ആംബുലൻസിന്. 4000 റുപ്യ പിരാന്ത് വന്നില്ല എനിക്ക്. ഇനി എന്താ മാർഗം? ആംബുലൻസ് ഞാൻ തരാന്ന് പറഞ്ഞു. പിരാന്ത് വന്നിട്ട് ഒരു മീറ്റിങ്ങും മറ്റു കാര്യങ്ങളിലാക്കി. ഞാനൊരു വിളിയാണ് പുറങ്ങുസ്താദിന്, അതന്നെ. പക്ഷെ പുറങ്ങുസ്താദ് പറഞ്ഞു നിങ്ങൾ വിളി മാത്രം പോരാ, അത് പോരാ, തങ്ങൾ പാപ്പാന്റെ ഒരു കത്ത് വേണം തരണം. പാണക്കാട് തങ്ങൾ പാപ്പാന്റെ അടുത്ത് പോയി ഹൈദരലി ഷിഹാബ് തങ്ങൾ പാപ്പാന്റെ അടുത്തുനിന്നും ഹമീദ് അലി തങ്ങളുടെ അടുത്തുനിന്നും ഒരു കത്ത് വാങ്ങിയിട്ട് അത് മാന്നാർ ഇസ്മായിൽ കുഞ്ഞുഹാജിയുടെ അടുത്ത് എത്തിച്ചു കൊടുത്തു. 12,06,000 രൂപയുടെ ഒരു മനോഹരമായ എല്ലാ സംവിധാനമുള്ള ഒരു ആംബുലൻസ് നമുക്ക് തന്നു. 3 ലക്ഷത്തിന്റെ ചെറുതാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയത് തന്നു. അതേ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം നാം അതുമായി വന്നു. അപ്പോൾ അഡ്വക്കേറ്റ് ഉമർ സാഹിബ് പറഞ്ഞത് ഒരു പുരകൂടുന്ന സമയത്ത് ഒരു കയ്യിലുണ്ടെങ്കിലും ഒന്ന് സഹായിക്കലുണ്ട്. SKSF കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും വലിയ സമ്മാനമാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ നിലക്കും മുന്നിൽ നിൽക്കുന്നു വിദേശ സുഹൃത്തുക്കൾ. ബഹ്റൈനിൽ പോയപ്പോഴും അവിടെയും SKSF-ന്റെയും സമസ്തയുടെയും സജീവമായ സാന്നിധ്യമുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ ഒരാളോട് തെറ്റേണ്ടി വന്നു. ഒരു കട ഉദ്ഘാടനത്തിന് ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് വന്നു.
ഉസ്താദ് വന്നിട്ട് കടയിൽ 5 ബീഡി വെച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു വെക്കൂലായിരുന്നു. ഓൻ പറഞ്ഞു വെച്ചു പറഞ്ഞു. ഞാനാണ് എടുത്തു വെച്ചത്. വെച്ചില്ല. ഞാൻ പറഞ്ഞു വെക്കൂലായിരുന്നു. പിന്നെ അവസാനം ഓൻ പറഞ്ഞു ബീഡി എന്ന് പറഞ്ഞ ഉസ്താദെ ബഹ്റൈൻ ദീനാർ എന്നാണ്, അല്ലാതെ നിങ്ങളുടെ നാട്ടിൽ വെളുക്കുന്ന ബീഡിയല്ല. അപ്പൊ എനിക്കെന്തായി ബോധ്യപ്പെട്ടു. അങ്ങനെ ഒരു തർക്കം എന്റെ അനുജൻ വേറൊരാളുമായിട്ടുണ്ടായിട്ടുണ്ട്. കാവന്നൂര് ഒരു തങ്ങളുട്ടുണ്ട്. എന്റെ അനുജൻ പറഞ്ഞു ഷറഫുദ്ദീൻ ഉദവി ദാറുലുദയില കാവന്നൂർ തങ്ങള് 11 പറഞ്ഞു. മറ്റേയാള് പറഞ്ഞു കാവന്നൂർ തങ്ങള് 12 പറഞ്ഞു. അനുജൻ പറഞ്ഞു നിങ്ങളെക്കാളും എനിക്കറിയാം, എന്റെ ക്ലാസ്സിലാ പഠിക്കണത് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ്, അദ്ദേഹം എത്രയിലാണ് എനിക്കറിയാം. മൂപ്പര് 12 ഇയാള് 12 അഞ്ചനോ വിടൂല. നോക്കുമ്പോ തർക്കം മൂത്ത് നോക്കുമ്പോ എന്താ കാവന്നൂർ 12 എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അനുജൻ ഉദ്ദേശിച്ചത് ദാറുൽഹുദയിലെ 11ാം ക്ലാസ്സാണ് ഉദ്ദേശിച്ചത്. അറിയാതെ തർക്കണ്ടായ ചിലപ്പോ എന്തോ അബദ്ധത്തിൽ പെടും. ഉണ്ടാവില്ലേ? പെട്ടിട്ടില്ലേ? മുമ്പൊരാള് പെട്ടിട്ടില്ലേ? ഒരു ചങ്ങാതി ഇങ്ങനെ ഞൊണ്ടി നടക്കുമ്പോ ചായപ്പീടിയിലിരിക്കണ ഒരു ടീം പറഞ്ഞു ഓന്റെ മുട്ടിനെന്തോ കുഴപ്പമുണ്ട് പറഞ്ഞു. മറ്റേ ടീം പറഞ്ഞു ഓന്റെ മുട്ടിനല്ല കുഴപ്പം, ഞെരിയാണിക്കാ കുഴപ്പം, അതുകൊണ്ടാണ് അങ്ങനെ നടക്കണത് പറഞ്ഞു. 2 കൂട്ടരും തർക്കായി. ഇനി അവൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം. തിരിച്ചു വരുമ്പോഴും പുറത്തിറങ്ങി ഒരു ടീം ചോദിച്ചു മുട്ടിനല്ലേ കുഴപ്പം, മറ്റേ ടീം ചോദിച്ചു ഞെരിയാണിക്കല്ലേ കുഴപ്പം. ഇവൻ പറഞ്ഞു മുട്ടിനല്ല കുഴപ്പം, ഞെരിയാണിക്കല്ല കുഴപ്പം, ചെരുപ്പിന്റെ വാറ് പൊട്ടിയതാണ് കുഴപ്പം എന്ന് പറഞ്ഞു. അറിയാതെ തർക്കത്തിൽപ്പെട്ട പല അബദ്ധത്തിലും പെടും. അപ്പൊ തർക്കത്തിന് നിൽക്കണ്ട, നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ബഹുമാനപ്പെട്ട സമസ്തയുമായി മുന്നോട്ട് പോവുക. ഇന്ന് നമ്മുടെ ചന്ദ്രികാ ദിനപത്രത്തിലെ വരാന്ത പതിപ്പിൽ വയനാട്ടിൽ നിന്ന് ജയിലിൽ നിന്ന് മോചിതനായ ഒരാളുടെ ഒരു ഫീച്ചറുണ്ട്. ആ ഫീച്ചറിനോട് എനിക്ക് വിയോജിപ്പുമുണ്ട്. കാരണം എന്താണെന്നറിയോ, പലരും എന്നോട് ചോദ്യം ചോദിച്ചപ്പോ ഞാനും മറുപടി പറഞ്ഞു. എന്നോട് പല ആൾക്കാരും ചോദിക്കും. ആ ചോദിച്ചപ്പോ അത് കാരണമായിട്ട് ഞാൻ ജയിലിൽ കിടന്നു. മക്കളെ, സമസ്തയുടെ ഉലമാക്കളോട് പലരും ചോദ്യങ്ങൾ ചോദിച്ചാലും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഒരു ഉസ്താദും ജയിലിൽ കിടക്കേണ്ട ഒരാവശ്യം ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ മറുപടി നൽകുന്നത് മൂല്യങ്ങൾ ഉണ്ടാകുമ്പോൾ, മറുപടി നൽകുന്നത് നല്ലതാകുമ്പോൾ ജയിലും കിടക്കണ്ട, എവിടെയും കിടക്കണ്ട, സുഖമായിട്ട് ദഅവത്ത് നടത്താൻ പറ്റും. ദഅവത്തിന്റെ അതിരുകൾ ലംഘിക്കപ്പെടുമ്പോഴാണ് അബദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത്തരം അബദ്ധം പറ്റിയ ആളുകളെ പുണ്യവാളന്മാരാക്കുന്നതിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ് ഇത്. നമ്മുടെ മൊത്തത്തിലെ അഭിപ്രായമല്ല. അപ്പൊ പൊന്തിക്കേണ്ട ആൾക്കാരെ പൊന്തിക്കുക, താത്തോണ്ട ആൾക്കാരെ താത്തും ചെയ്യുക. അതാണ് നമ്മുടെ താത്താൻ അല്ല താത്തിക്കൊള്ളും. പോട്ടെ, വിഷയം മാറിപ്പോകുന്നു. അപ്പൊ നമുക്കിവിടെ നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ, ഇപ്പൊ നോഴ്മാൻ ഉസ്താദൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇന്ന പ്രാവശ്യം ചെന്നപ്പോ എന്നെ റബ്ബർ ഫൈസി എന്ന് വിളിച്ചത്. റബ്ബർ ഫൈസി. ഞാൻ മുഹമ്മദ് കുട്ടി ഫൈസിയാണ്, പക്ഷെ റബ്ബർ ഫൈസി എന്ന് സ്വകാര്യമായിട്ട് അബുദാബി ചെന്നപ്പോ ദുബായ് ചെന്നപ്പോ നിങ്ങൾ റബ്ബർ വാങ്ങി അന്ന് പോയ ജാമിയ ഇസ്ലാമിയക്ക് വേണ്ടിയിട്ട് നിങ്ങളും നമ്മൾ ആശയ്ക്കും വന്നിട്ട് റബ്ബർ വാങ്ങിയില്ലേ? റബ്ബറായാലും എന്ത് സംഗതിയായാലും അതിന്റെ മുന്നിൽ പ്രവാസികൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങളുടെ പ്രയാസങ്ങൾക്കൊക്കെ അല്ലാഹു തആല പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു. പിന്നെ തങ്ങൾ പാപ്പ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധി വല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അവിടുന്ന് ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വെള്ളിയാഴ്ച ലീവ് ഉണ്ടാവുമല്ലോ, വെള്ളിയാഴ്ച ലീവ് ഉണ്ടാകും. വെള്ളിയാഴ്ച പിന്നെ ഗൾഫിൽ ഭക്ഷണം ഉണ്ടാവില്ല. ഇപ്രാവശ്യം ദുബായ് ചെന്നപ്പോൾ എനിക്ക് ഒരു സംഗതി അറിയാൻ കഴിഞ്ഞു. വെള്ളിയാഴ്ച റൂമിൽ ഭക്ഷണമല്ല. അപ്പൊ ഒരു കണ്ണൂർക്കാരും ഒരു സബീല് കിട്ടിയിട്ട് അവിടെ റൂമിൽ വന്നു. റൂമിൽ വന്നിട്ട് ഒരു മലപ്പുറത്തേരനോട് പറഞ്ഞു അത് അനക്കാണെന്ന് പറഞ്ഞു. ഇവൻ കക്കൂസ് പോയി വന്നപ്പോഴത്തേന് എന്തായി, മലപ്പുറത്തേര് എന്ത് ചെയ്തു എന്നറിയുകള്, ഓനത് കഴിച്ചു. റൂമിൽ വെറും തല്ലുംപിടി ഉണ്ടായി. കാരണം എന്താ, ഇവ അനക്ക് എന്ന് പറഞ്ഞു. അനക്ക് എന്ന് പറഞ്ഞപ്പോ മലപ്പുറത്തേര് വിചാരിക്കണതാ നമുക്ക് എന്നാണ് തല്ലും പൊടിയും. ഇപ്പൊ കണ്ണൂർ പോയിട്ട് മലപ്പുറത്തേക്ക് അബദ്ധം ഉണ്ടായി എന്നാ മനസ്സിലായത്. കണ്ണൂർ അവിടെ കലോത്സവം, സംസ്ഥാന കലോത്സവം നടന്നു. കലോത്സവം നടത്തി ഭക്ഷണ ഹാളിൽ വെച്ചിട്ട് അനൗൺസ്മെന്റ്, ഭക്ഷണം കഴിച്ചവർ പ്ലേറ്റ് എടുത്ത് ചാടണമെന്നായി.
അപ്പൊ മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എന്തായി, ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ചാടാൻ തുടങ്ങിയെന്ന. കണ്ണൂർ ഭാഷയിൽ ചാടണം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇടണമെന്ന, അല്ലാതെ കീഴ്പെട്ടും മേപ്പെട്ടും ചാടില്ല. പോട്ടെ, വിഷയം മാറിപ്പോകുന്നു. സാമ്പത്തിക പ്രതിസന്ധി അകപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച നിങ്ങൾ ജുമഅ കഴിഞ്ഞ ശേഷം സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം ചൊല്ലുക, സ്വലാത്ത് 100 വട്ടം ചൊല്ലുക, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിലിക അമ്മൻ സിവാക 70 വട്ടം ചൊല്ലുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏത് പ്രയാസവും തീരും. സൂറത്തുൽ കൗസർ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാര മാർഗമാണ്. ഇവിടെ നിന്നും ഫോൺ കോളുകളും മറ്റും നേതാക്കന്മാർ വരുമ്പോൾ പരമാവധി നിങ്ങളുടെ സഹകരണങ്ങളും സഹായങ്ങളും എപ്പോഴും ഉണ്ടാകണമെന്നും, ബഹുമാനപ്പെട്ട സമസ്തയെ താങ്ങി നിർത്തുന്നത്, SKSFനെ താങ്ങി നിർത്തുന്നത് അത് പ്രവാസികളാണ്. 90ാം വാർഷിക മഹാസമ്മേളനം കണക്കിൽ കൂടുതൽ ആളുകൾ വന്നു. ഷേഖുന മർഹൂം ബാപ്പു മുസ്ലിയാർ പറഞ്ഞു, ഇനിയും നമുക്ക് ലോഡ് കണക്കിന് സാധനം വരണം, അതിന് എന്തു ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ മസ്കത്തിലെ പ്രിയപ്പെട്ട മാതാർ ഇസ്മായിൽ കുഞ്ഞി ഹാജി പറഞ്ഞു, ഇനി എത്ര ഭക്ഷണത്തിന് ചെലവ് വന്നാലും അത് മസ്കത്ത് സുന്നി സെന്റർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു എന്നുള്ളതും ഒരു നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ നമ്മെ സഹായിക്കുന്നത് വിദേശികളാണ്. പ്രവർത്തകരെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അബുഹാജി കട്ടുപ്പാറ കെ അബുഹാജി മരിച്ചു കിടക്കുകയാണ്. അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ, ഖബർ വിശാലമാക്കട്ടെ. അതുപോലെ കുനിയിലുള്ള KT അബൂബക്കർ മൗലവി, അദ്ദേഹം ബോംബെയിൽ നമ്മുടെ SKSFന്റെ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സാമ്പത്തികമായ കുറച്ച് ഞെരുക്കങ്ങളും മറ്റൊക്കെ ഉണ്ട്. അപ്പോ സമ്മേളനം കഴിഞ്ഞാൽ പിന്നെ ഞരക്കുണ്ടാകാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ തന്നെ അതിന്റെ ഞെരുക്കങ്ങളൊക്കെ തീർക്കാവുന്ന സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ദമാമിലെ അബുഹാജി 10,000 രൂപ മിനിഞ്ഞാന്ന് നമ്മുടെ സംരംഭത്തിലേക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുപോലെ നൽകാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇവിടെ അറിയിക്കണമെന്നും നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനകളും മറ്റും നടത്തണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, സാമ്പത്തികമായ ഞെരുക്കം ഉണ്ട് എന്നാണ് തങ്ങന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ സങ്കടങ്ങളും പ്രയാസങ്ങളും തീർക്കണമെന്നും, അതുപോലെ സമ്മേളനത്തിന് സംഘാടകരോട് ഓർമ്മപ്പെടുത്തുന്നത്, കുറച്ച് ബക്കറ്റ് നിങ്ങൾ സംഘടിപ്പിച്ച് വിക്കായുടെ പ്രവർത്തകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് ഒരു ചെറിയ ഒരു പിരിവ് അങ്ങനെയും നടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് പലതുള്ളി പെരുവെള്ളം എന്ന നിലക്ക് അത് മുന്നേറാൻ കഴിയും. ബഹുമാനപ്പെട്ട പുറങ്ങ് ഉസ്താദ്, അദ്ദേഹം ഷഹീർ അൻവരിയുടെ നമ്മുടെ സെക്രട്ടറിയുടെ ഉപ്പയും കൂടിയാണ്. ബഹുമാനപ്പെട്ട KK അബ്ദുള്ള ഉസ്താദിന്റെ ശിഷ്യനാണ്. അല്ലാഹു ഉസ്താദിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നാട്ടുകവി മൂസ മൗലവിയും ഇന്ന് നമ്മെ നയിക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും സദ്വീർത്തനാകാൻ ഭാഗ്യം ലഭിച്ച ഉസ്താദ് പുറങ്ങ് ഉസ്താദിനും നമുക്കെല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അടുത്ത് മസ്കത്തിൽ നിന്നും പട്ടിക്കാട് ഏത് ജാമിയ ഇസ്ലാമിയക്ക് ബഹുമാനപ്പെട്ട ഷഹീർ അൻവരുടെ നേതൃത്വം 8 ലക്ഷത്തോളം രൂപ നമ്മുടെ സെക്രട്ടറി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. അതിലൊക്കെ പങ്കാളികളായ ആളുകൾക്ക് മുഴുവനും ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, ഈ മഹത്തായ
പ്രവാസി സംഗമം നമ്മുടെ വളരെ നിർണായകമായ ഘട്ടത്തിലാണ് നമ്മൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സംഘടന SKSF അതിൻ്റെ 27 വർഷം പൂർത്തിയാക്കിക്കൊണ്ടുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ജില്ലാ സമ്മേളനമാണ് അതിൻ്റെ സ്ഥാപക ദിനമായ ഇന്ന് നമ്മുടെ ഈ മഞ്ചേരിയിൽ നടക്കാനിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി SKSFന് ജില്ലാ തലത്തിൽ എല്ലാ സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു ആസ്ഥാനം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തിൽ ചില ശ്രമങ്ങൾ നടത്തിയതിന്റെ ഫലമായി ആദരണീയനായിട്ടുള്ള പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ മലപ്പുറത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി 12 സെന്റ് സ്ഥലം അതിന്റെ രേഖ തങ്ങളവറുകളെ ഏൽപ്പിക്കുകയുണ്ടായി. ആ സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ആസ്ഥാനം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുകയും ബന്ധപ്പെട്ട എഞ്ചിനീയർമാരെ കണ്ട് അതിന്റെ പ്ലാനും എസ്റ്റിമേറ്റും ഏകദേശം പൂർത്തിയായി ഇരിക്കുകയുമാണ്. അതിന്റെ സാമ്പത്തികമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 1.5 കോടി രൂപ ചെലവിൽ വരുന്ന ഒരു വലിയ ബൃഹത്തായ ഒരു കേന്ദ്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നാട്ടിലും ഭയങ്കരമായിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കളെയും വിവരം അറിയിച്ചു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ സാമ്പത്തികമായ ഈ പ്രതിസന്ധി വന്നപ്പോൾ തൽക്കാലം ഉദ്ദേശിച്ച സമയത്ത് നമുക്കത് തുടങ്ങാൻ സാധിച്ചില്ല. ഈ സമ്മേളനം നടത്തുന്ന ഈ സന്തോഷകരമായ ഈ നിമിഷത്തിൽ നമുക്കതിന്റെ ശിലാസ്ഥാപനം നടത്തണമെന്നായിരുന്നു നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അത് നടക്കാതെ പോയി. പക്ഷെ പദ്ധതി ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനത്തെ തുടർന്നുകൊണ്ട് തന്നെ അതിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണവും പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തിനാണ് നമുക്കൊരു ആസ്ഥാനം എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് ഉള്ളിൽ നിന്നൊരു ചോദ്യമുണ്ടാകാം. നമുക്കറിയാം, ഇവിടെ നേരത്തെ തലമുറ സംഗമത്തിൽ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ഒരു സൗകര്യവുമില്ലാത്തിടത്തു നിന്നുമാണ് നമ്മൾ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമദ് കൊന്നാല സാഹിബിന്റെ അന്നത്തെ പ്രഥമ ട്രഷറർ, അദ്ദേഹത്തിന്റെ പീടികയിലെ മേശയിലെ ഒരു വലിപ്പിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമായിരുന്നു അന്ന് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കാൻ ഉണ്ടായിരുന്നത് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ നിന്നും നമ്മൾ ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള നമ്മുടെ പൂർവ്വ നേതാക്കന്മാരുടെ ശ്രമഫലമായി നമ്മൾ ഒരുപാട് വളർന്ന് ഇപ്പോൾ നമുക്ക് സംസ്ഥാന തലത്തിലുള്ള കൃത്യമായ പദ്ധതിയുടെ ഭാഗമായി 1 ഡസനോളം പദ്ധതികളാണ് നമുക്ക് നടത്തിക്കൊണ്ടുപോകുവാനായിട്ടുള്ളത്. ഇബാദ്, ദേവാരംഗത്ത് ഇബാദ്, വിദ്യാഭ്യാസ രംഗത്ത് ട്രെൻഡ്, സാമൂഹ്യ സന്നദ്ധ സേവന രംഗത്ത് സഹചാരിയും, അതുപോലെ തന്നെ വിക്കായ സന്നദ്ധ വിഭാഗം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ക്യാമ്പസ് വിങ്, തൊലബ വിങ് തുടങ്ങിയിട്ടുള്ള എല്ലാം കേവലം കടലാസിലൊതുങ്ങാതെ കൃത്യമായ പ്രവർത്തന പദ്ധതികളുള്ള ഓരോ സംവിധാനങ്ങളും. ഈ സംവിധാനങ്ങൾക്ക് നമുക്കൊരു ആസ്ഥാനം വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. നമുക്ക് മലപ്പുറത്ത് അഭിമാനകരമായി നിലനിൽക്കുന്ന ഒരു സുന്നി മഹലുണ്ട്. അൽഹംദുലില്ലാ, സുന്നി മഹലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒട്ടനവധി പ്രവർത്തനങ്ങൾ അവിടെ നടക്കുകയാണ്. സുന്നി യുവജന സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ സുപ്രഭാതം ദിനപത്രത്തിൻ്റെതുമായി ബന്ധപ്പെട്ടുകൊണ്ടും സുന്നി യുവജന സംഘത്തിന്റെ ഹജ്ജ് സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഒട്ടനവധി കാര്യങ്ങൾക്ക് അവിടെ പ്രവർത്തന ബാഹുല്യമാണ്. അവിടെ SKSF-ന് ഒരു ചെറിയൊരു ഓഫീസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ വളരെ ഞെരുങ്ങി SKSF-ന്റെയും അതുപോലെ തന്നെ ജമിയത്തുൽ മുഅല്ലിമിന്റെയും എല്ലാത്തിനും കൂടി കൊണ്ടുള്ള ഒരു ഓഫീസ് ആണ് ഇപ്പോൾ നമുക്കവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാ പദ്ധതികൾക്കും 12 ഇന പദ്ധതികൾക്ക് കൃത്യമായ ഒരു ആസ്ഥാനം ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി കൗൺസിലിംഗ് സെന്റർ, ഗൈഡൻസ് സെന്റർ, ലൈബ്രറി, അതുപോലെ തന്നെ ഒരു മസ്ജിദ്, സ്ത്രീകൾക്ക് നിസ്കരിക്കുവാനുള്ള പ്രത്യേക സ്ഥലം, അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ ആസ്ഥാനം എന്ന നിലയ്ക്ക് മലപ്പുറം കേന്ദ്രമായിട്ടുള്ള വിവിധ വിദ്യാർത്ഥികൾക്ക്, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവിടെ നിൽക്കുവാൻ ആവശ്യമായിട്ടുള്ള ഡോർമെട്രികൾ തുടങ്ങിയ വിപുലമായിട്ടുള്ള ഒരു പ്ലാനാണ് നമുക്ക് തയ്യാറാക്കി കിട്ടിയിട്ടുള്ളത്. ഇത് അവിടെ യാഥാർത്ഥ്യമാക്കുവാൻ വലിയ ഒരു ശ്രമം ആവശ്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയങ്കരായിട്ടുള്ള നേതാക്കളോട്, ആദരണീയരായിട്ടുള്ള പുറങ്ങുസ്താദ്, അതുപോലെ തന്നെ മറ്റു നിരവധി ആളുകൾ, വിവിധ കൺട്രികളിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആദരണീയനായിട്ടുള്ള ആനമങ്ങാട് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഇതുവരെ നമ്മളെ തട്ടിയിട്ടില്ലാത്ത, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആംബുലൻസിന്റെ കാര്യം, അദ്ദേഹം ബഹുമാനപ്പെട്ട ആനമങ്ങാട് ഉസ്താദ് ആ ഒരു സംഗതി മസ്കത്ത് സുന്നി സെന്ററിന്റെ ഭാരവാഹികളുമായിട്ട് പങ്കുവച്ചപ്പോഴേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ആവശ്യം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. ഇന്ന് അൽഹംദുലില്ലാഹ് മലപ്പുറം ജില്ലയിൽ വളരെ സുതാര്യമായി, വളരെ സുത്യർഹമായ രൂപത്തിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആസ്ഥാനമായിക്കൊണ്ട് ആംബുലൻസും അതുപോലെ തന്നെ അവിടുത്തെ വികായ സന്നദ്ധ വിഭാഗവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ജലീൽ ഫൈസി അരിമ്പ്രയുടെ നേതൃത്വത്തിൽ ഊണുമുറക്കമില്ലാതെ രാവും പകലും അവിടെ സേവനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുകൊണ്ട് അത്തരത്തിൽ ഒരു വലിയ കേന്ദ്രം നമുക്ക് ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കേന്ദ്രമായി മലപ്പുറത്ത് അങ്ങനെ നമുക്കൊരു വ്യക്തി, ഒരു സുഹൃത്ത് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചത് SKSF എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഇത് നടത്തപ്പെടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അതൊരിക്കലും ആ ആഗ്രഹത്തെ, ആ വ്യക്തിയുടെ ആ സുമനസ്സിനെ, അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെയും ഹൈദരലി ശിഹാബ് തങ്ങൾ നമ്മോട് അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെയും ഒരിക്കലും തന്നെ നഷ്ടപ്പെടാത്ത രൂപത്തിൽ അത് നമുക്ക് നടത്തിക്കൊണ്ടുപോകുവാൻ കഴിയണം. അതിന് പ്രവാസ ലോകത്തെ ആദരണീയരായ സുഹൃത്തുക്കൾ ഇവിടെ കേവലം നേരത്തെ തങ്ങൾ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ആവശ്യങ്ങൾ മാത്രം പറയുക എന്ന് മാത്രമല്ല, ഇവിടുത്തെ ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് SKSF മുന്നോട്ട് വെക്കുന്ന എല്ലാ പദ്ധതികളുടെയും ഒരു ആസ്ഥാനമായി നമുക്കത് പ്രവർത്തിക്കുവാൻ സാധിക്കണം. പ്രവാസ ലോകത്തെ ആളുകളുടെ തലയിൽ വെക്കുക എന്ന് മാത്രമല്ല പറയുന്നത്, അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലൊരു മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഓരോ SKSF പ്രവർത്തകനും, നാട്ടിലുള്ള ഓരോ SKSF പ്രവർത്തകരും അവനവനെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യ ഇതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ഈ പദ്ധതി 1.5 കോടി രൂപയുടെ പദ്ധതി പൂർത്തിയാക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ നോട്ടിന്റെ മാറ്റം വന്ന സമയത്ത് വളരെയേറെ പ്രയാസമാണ് അനുഭവിച്ചത്. നമുക്കറിയാം ഇപ്പോഴത്തെ സാമ്പത്തികമായ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ അതുമായി ഉണ്ടാക്കിയിട്ടുള്ള ബാങ്കിംഗ് സംവിധാനത്തിലെ പ്രത്യേകമായ ക്രമീകരണമൊക്കെ നമ്മളെ വളരെയേറെ വലച്ചു എന്ന് മാത്രമല്ല വളരെ പ്രയാസത്തിലാണ് നമ്മൾ ഉള്ളത്. ആളുകൾ തരാൻ തയ്യാറായ സന്ദർഭത്തിൽ ഇത് വളരെയേറെ നമുക്ക് പിന്നോട്ട് പോകാൻ സാധിച്ചു, അങ്ങനെ ആയിപ്പോയി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറത്തിന്റെ ഹൃദയ ഭാഗത്ത് ഇങ്ങനെ ഒരു ആസ്ഥാനം ഉണ്ടാക്കുമ്പോൾ നിയമപരമായിട്ടുള്ള അതിന്റെ സംഗതികൾ അൽഹംദുലില്ലാഹ് വളരെ അവിടെ ഒരു മസ്ജിദ് ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ മറ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ നേരത്തെ തന്നെ ലഭിച്ചതായിരുന്നു. ആ പെർമിഷൻ ഒന്ന് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രമിച്ചപ്പോൾ അത് ഹൈറൈസ് ബിൽഡിംഗിന്റെ ഈ പട്ടികയിൽ വരുന്നത് കൊണ്ട് പാലക്കാട് നിന്നും ഫയറിന്റെ പ്രത്യേക പെർമിഷനും കൂടി കിട്ടേണ്ടതിനാൽ അത് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അത് ഈ സമ്മേളനത്തിന് മുമ്പ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അതിന്റെ ശിലാസ്ഥാപന കാര്യങ്ങൾ വരും. ഹൈദരലി ശിഹാബ് തങ്ങളുമായിട്ട്
കൂടിയാലോചിച്ച് പ്രിയപ്പെട്ട നമ്മളെല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിച്ച് അതിന്റെ സംവിധാനം ഉണ്ടാകുമെന്ന് നിങ്ങൾ അറിയിക്കാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഗതി ഈ പ്രവാസി മീറ്റിന്റെ ഒരു വലിയ അജണ്ടയായി സ്വീകരിക്കണം എന്ന് വളരെ വിനീതമായി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ദമാമിലെ നമ്മുടെ അബുഹാജി ഓരോ പ്രദേശത്തുമുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ വാക്കിൽ ആശംസകളും അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ആദ്യമായി ബഹുമാനപ്പെട്ട അബുഹാജി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു ഉസ്താദുമാര്, നേതാക്കള്, പ്രവർത്തകര്, നമ്മൾ ഇന്നിവിടെ ചേരുന്ന സ്നേഹസംഗമത്തിൻ്റെ ഒരു പ്രവാസി സംഗമമാണ് ഇപ്പം ഇന്നിവിടെ നടക്കുന്നത്. ഈ സ്നേഹസംഗമം നമ്മളിങ്ങനത്തെ ഒരു വേദികളിൽ മാത്രം പോരാ, എല്ലാ പ്രവർത്തന മേഖലകളിലും അതുപോലെ എല്ലാവിധ ജനങ്ങളുടെ ഏത് ജാതിയതും ആവട്ടെ എല്ലാവിധ മനുഷ്യരുടെ സ്നേഹത്തിലും നമ്മൾ SKSF-ഉം SOSM എന്നല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉത്ബദ്ധരാവണം. ഞാനത് പറയാൻ കാരണം സമസ്യയുടെ ആളായിരുന്നു ഞാൻ, പക്ഷെ പ്രവർത്തനത്തിൽ കുറവായിരുന്നു. കാരണം സജീവമായ ഒരു രംഗത്തും അങ്ങനെ വന്നിരുന്നില്ല. എന്നെ എൻ്റെ സുഹൃത്ത് മുഹമ്മദ് ഡിഫീസിയാണ് വേദികളിലേക്ക് ആനയിച്ചത്. അതുപോലെ ദമാമിൽ വരുന്ന എല്ലാ നേതാക്കന്മാരും നമ്മൾ കാണാതെ പോരാറില്ല. ഹൈദരലി തങ്ങൾ മുതൽ പിടിച്ച് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെ നമ്മൾ വീട് സന്ദർശിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, എല്ലാവിധ സമസ്യയുടെ പണ്ഡിതന്മാർ വന്നാലും മുഷാവറങ്ങൾ വന്നാലും എല്ലാം നമ്മളൊന്ന് സന്ദർശിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കയറിയിട്ട് മടങ്ങിപ്പോരുള്ളൂ. അത് വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ ചില വിഷയങ്ങളിൽ ഇതുവരെ ഇതിൻ്റെ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഐക്യമില്ലായ്മ. എൻ്റെ സുഹൃത്ത് അബ്ദുള്ള അമിനിക്കാട് അവിടെ ഇരിക്കുന്നുണ്ട്, ബാക്കിലിരിക്കുന്നുണ്ട്. എന്നെ വിളിച്ചു പോന്നപ്പോൾ നിങ്ങൾ പോരുന്നില്ല എന്ന് ചോദിച്ചു. മൂപ്പര് ഒരു പ്രവർത്തകനായിരുന്നു ദമാമില്. എന്തോ വിവരം കൂടിയതുകൊണ്ടാവാം ചില പെരുമാറ്റങ്ങളിലൊക്കെ എന്തോ പാകപ്പിഴവുകളുണ്ട്. നമ്മളത് മനസ്സിലാക്കാത്ത, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഏതിൻ്റെ കീഴിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ് നമ്മളെ ഉമ്മയാണ്. അത് നമ്മളെ ഉമ്മയാണ്. അതൊരു സംഘടനയല്ല, ഒരു ആദർശമാണ്, ആശ്രയമാണ്. ഇനി മുതൽ പിടിച്ച് വളരുന്ന മക്കൾക്കൊക്കെ നമുക്ക് നല്ല ക്ലാസ്സുകൾ കൊടുക്കേണ്ടി വരും. എന്താണെന്നറിയോ, ഒരുപാട് ന്യൂനതകൾ അപ്പുറമൊക്കെ കിടക്കുമ്പോൾ ഇതൊരു സംഘടനയാണ്,
എല്ലാരെ പോലും ഒരു സംഘടന ഇത്. കാരണം കുട്ടികൾക്ക് അറിയില്ല, മനസ്സിലാവില്ല. അതിന് ശരിക്കും അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക തന്നെ വേണം. ഈ ആദർശത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എല്ലാം സമസ്തയ്ക്ക് വേണ്ടിയാണ്, സമുദായത്തിന് വേണ്ടിയാണ്. അതിലൊക്കെ ചില ഭാഗങ്ങൾ ഗൾഫിൽ പല മേഖലയിലും, ഞാൻ ദമാമിനെ മാത്രമല്ല പറയുന്നത്, നമ്മൾ സൗദി അറേബ്യയിൽ തന്നെ പല മേഖലയിലും അനൈക്യമുണ്ട്. അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ നമ്മൾ കേരളത്തിലെ നേതാക്കന്മാർ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പ്രത്യേകമായിട്ട് അറിയിക്കാനുള്ളത്. കാരണം മറ്റുള്ളവർ കാണുമ്പോൾ സമസ്തയുടെ ആളുകളാണോ ഇത്, ഇവരുടെ സ്വഭാവം എങ്ങനെയാണോ എന്ന് മറ്റുള്ളവർ ആര് ചിന്തിച്ചു പോകും? സമസ്തയെ സ്നേഹിക്കുന്ന സാധാരണക്കാർ ചിന്തിച്ചു പോകും. അതില്ലാതാക്കാൻ നമ്മൾ പരമാവധി സമസ്തയുടെ നമ്മൾ മൺമറഞ്ഞുപോയ നേതാക്കന്മാര് അവരുടെ ജീവിത സ്റ്റൈല് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ അതുപോലെ എന്ത് വേണം? പ്രവർത്തിക്കണം. എന്നാലേ നമുക്ക് ഇതുള്ളൂ. നമ്മൾ പഠിച്ച് ഒരു അറിവുള്ളവനെ ഒരു പഠിച്ച കാര്യം പ്രവർത്തിക്കുമ്പോഴേ അവന്റെ അറിവിന്റെ ഗുണം അവന് ലഭിക്കുകയുള്ളൂ. പഠിച്ചുകൊണ്ട് കാര്യമല്ലല്ലോ, പഠിച്ചത് അവൻ പ്രവർത്തിക്കണം. അപ്പോഴുള്ളൂ അവന് അറിവിന്റെ ആ ഗുണം, അതിൽ ആ പഠനം പൂർത്തിയാവുകയുള്ളൂ. അല്ലെങ്കിൽ അവന് പൂർത്തിയാവില്ല. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ സാധാരണക്കാരായ ആളുകൾ, എന്നെപ്പോലെ ഞാനൊരു സാധാരണ ആളാണ്. ഞാനൊരു പാണ്ഡ്യത്തിലുള്ള ആളോ ഒരു പൈസയോ ദാരിദ്ര്യമൊന്നുമല്ല. അപ്പൊ എന്നെപ്പോലത്തെ സാധാരണക്കാരായ ആളുകളുടെ അടിയിൽ ഒരു സംശയത്തിനിട വരാത്ത രീതിയിൽ പെൺമാർ അതിന് നേതൃത്വം നൽകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരുപാട് ഞാൻ പരിചയപ്പെട്ടിടത്തോളം പല ആലിമികളിൽ നിന്നും പെരുമാറ്റച്ചട്ടങ്ങളിലെ ഒരനൈക്യം. കാരണം സംഘപ്പ ഉദാഹരണം എന്നെ എല്ലാവരും ബഹുമാനി എല്ലാവരും ഇതിൽ നിന്ന് ആളായിരുന്നു. അത് വന്നപ്പോൾ ഒരു ശത്രുത വന്നു എന്നൊരു തോന്നല്. അതിന് പ്രത്യേകം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൂടി ഞാൻ നമ്മളെ സമസ്തയുടെ കഴിഞ്ഞ 90-ാം വാർഷിക സമ്മേളനത്തിൽ മുഷാവറ അംഗങ്ങൾക്ക് ദമാം കമ്മിറ്റി, SYS കമ്മിറ്റി 36 മുഷാവറ അംഗങ്ങൾക്കും സമ്മാനം കൊടുത്തത് ഞാനാണ്. അതിനുവേണ്ടി പ്രത്യേകം വന്നതായിരുന്നു. ആ ഒരു അനുഗ്രഹം ഇവിടെ, ആ ഒരു ഭാഗ്യവും നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ദമാമിൽ നിന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും സലാത്ത് നടക്കുന്നുണ്ട്. മാസത്തിലേക്കൽ മജ്‌ലിസുന്നൂർ നടക്കുന്നുണ്ട്. എല്ലാവിധ പ്രവർത്തനങ്ങളും ദീനപരമായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. നിർത്തുന്നു. അതുപോലെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SKSSFിന്റെ ഒരു ആസ്ഥാനം, ആസ്ഥാനത്തിന്റെ കാര്യം പറഞ്ഞു. അതിൽ നിങ്ങളെ ദമാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവിധ സഹായങ്ങളും SKSSFിൽ നിന്നും SYSൽ നിന്നും ഉണ്ടാവുമെന്ന് ഉറപ്പു തരികയാണ്. മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ സജീവരാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അളിയതിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. അസ്സലാമു അലൈക്കും. റിയാദ് ഇസ്ലാമിക് സെന്ററിന്റെ പ്രസിഡന്റ് ഷാഫി ദാരമി ചുരുങ്ങിയ വാക്കിൽ ആശംസ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين. أما بعد.
പ്രൗഢമായ ഈ സദസ്സിന്റെ അധ്യക്ഷൻ പുറങ്ങ ഉസ്താദ്, മറ്റു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കളെ, പ്രവർത്തകരെ, പ്രവാസി സുഹൃത്തുക്കളെ, നമ്മുടെ മദീന പാഷന്റെ ഭാഗമായി അനിവാര്യതയിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പ്രവാസി സംഗമത്തിന് ആശംസ നേരാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്. സമസ്തയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുമ്പോൾ, പ്രത്യേകിച്ചും പ്രവാസികൾ, പുതിയ പ്രവർത്തന രീതി കാണുമ്പോൾ പ്രതീക്ഷയോടെയും അതിലുപരി ആശങ്കയോടെയുമാണ് പുതിയ പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിക്കാറ്. ഒന്നും വിചാരിക്കേണ്ട, ആശങ്ക എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യ സാമ്പത്തിക സ്രോതസ് പ്രവാസികളാണല്ലോ. 90-ാം വാർഷികം വിജയിച്ചപ്പോൾ ഇനി 95 പ്രഖ്യാപിക്കരുത് എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നിരുന്നാലും പ്രവാസ ലോകത്തിന്റെ പ്രയാസങ്ങൾക്കിടയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കാൻ പ്രവാസികളായ സഹോദരങ്ങളൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട്. റിയാദിൽ 5 മദ്രസകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അംഗീകാരത്തോടെ, വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. തുടങ്ങി റിയാദിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചാൽ അതിന് മാത്രമേ സമയം കാണുകയുള്ളൂ. ഇത്തരമൊരു സദസ്സിൽ സംഗമിക്കാനും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ സമസ്തയുടെ ഏത് പ്രവർത്തനങ്ങൾക്ക് റിയാദിലെ നമ്മുടെ നാട്ടിലെ താഴേക്കിടയിലെ നേതാക്കൾ മുതൽ മുതിർന്നവർ വരെ എത്തുമ്പോൾ കഴിവിന്റെ പരമാവധി നിങ്ങളുടെ പ്രവർത്തന ലക്ഷ്യങ്ങളിൽ ഭാഗവാക്കാവാൻ റിയാദ് ഇസ്ലാമിക് സെന്റർ ശ്രമിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ച് അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് നൗഷാദ് വാഫി, ദുബായ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, വൈകിയ വേളയിൽ സുദീർഘമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇൻഷാ അല്ലാഹ് SKSFിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ദുബൈ മലപ്പുറം ജില്ലാ SKSF കമ്മിറ്റി സജീവമായി സഹകരണ രംഗത്തുണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത അബ്ദുൽ ജലീൽ എടക്കുളം, ദുബായ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സയ്യിദന്മാരെ, അഭിവന്ദരായ ഉസ്താദുമാരെ, സഹപ്രവർത്തകരെ, സുദീർഘമായ ഒരു ജോലിയുടെ കാര്യത്തിൽ ഈ സമയത്ത് ഒരു ലീവ് ലഭിക്കുക എന്നത് വളരെ പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഒരാഴ്ചക്ക് ലീവ് കിട്ടി ഇതിലൊന്ന് പങ്കെടുക്കുക, ഉസ്താദുമാരൊക്കെ ഒന്ന് കാണുക, ദുആ ചെയ്യിപ്പിക്കുക, ഇതിലപ്പുറം മറ്റൊന്നില്ല. കാരണം ചെറുപ്പം മുതൽ, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു, ബഹുമാനപ്പെട്ട അമീദ് ഫൈസിയെ പുത്തനത്താണിയിൽ നിന്ന് ബസ്സിൽ വിളിച്ചു കൊടുന്ന അന്ന് മുതൽ തുടങ്ങിയതാണ്. പിന്നീട് 19ാമത്തെ വയസ്സിൽ വാദിനൂർ സമ്മേളനം വരുമ്പോൾ പുതിയൊരു മേഖലാ കമ്മിറ്റി തിരുനാവായയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ആനമങ്ങാട് ഉസ്താദ് വിളിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം അതിന് ഞാൻ അശക്തനാണെന്ന് പറഞ്ഞപ്പോൾ
അല്ല മുന്നോട്ട് വരണം എന്ന് പറഞ്ഞ അന്ന് അതിന്റെ ട്രഷററായി എന്റെ കൂടെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഷാഫി മാഷ് ഇവിടെ ഈ സദസ്സിലുണ്ട്, ബഹുമാനപ്പെട്ട ആർ റഷീദ് മാഷ് അതുപോലുള്ള. അപ്പോൾ എന്റെ മഹത്വം പറയാനല്ല ഞാനിത് പറഞ്ഞത്. നമ്മുടെ ഈ അടങ്ങാത്ത ആവേശം അത് പ്രവാസ മണ്ണിലാണെങ്കിലും നമ്മളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെ നിന്നുള്ള നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ സഹപ്രവർത്തകരോടും പറയാനുള്ളത്, നമ്മുടെ ഈ വിധ വിഷയങ്ങൾ ഇതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളിലും പരസ്പരം ഉള്ള ബന്ധം എന്നും നിലനിർത്താൻ വേണ്ടി നാം ഓരോരുത്തരും ശ്രമിക്കണം. ചില പാളിച്ചകൾ അല്ലെങ്കിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സമ്മേളനമാകുമ്പോൾ കൂടുതൽ നമ്മുടെ വാദിനൂർ സമ്മേളനം, അതുപോലെ ഇപ്പൊ അടുത്ത് നടന്ന സമർഗന്ധ സമ്മേളനമൊക്കെ പ്രവാസ ലോകത്ത് ഏറെ ചലനം സൃഷ്ടിച്ചതായ ഒരു സമ്മേളനങ്ങളായിരുന്നു. പക്ഷേ മദീന പാഷൻ അത്രമാത്രം ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് നമ്മുടെ ഈ ഒരു കോർഡിനേഷന്റെ അല്ലെങ്കിൽ ഒരു പോരായ്മയാണോ എന്ന് സംശയിക്കുന്നു. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പോ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ആരും പറയാതെ തന്നെ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഞങ്ങളെ ഫോട്ടോ കാണിക്കാനല്ല, മറിച്ച് സമ്മേളനത്തിന്റെ ഒരു പ്രചരണം പത്രത്തിലൂടെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സപ്ലിമെന്റ് ഇറക്കിയത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ദുബായ് കമ്മിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയുള്ള പ്രവർത്തനങ്ങൾ, കാരണം ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടാൻ പോലും നിയമപരമായിട്ട് പ്രയാസം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് സർഗലയം നടന്നു. സർഗലം സ്റ്റേറ്റ് സർഗലം നടന്നത് 1.5 മാസം വെച്ചിട്ടാണ്. കാരണം പരിപാടി നടത്താൻ അലൗഡ് ഇല്ല. അപ്പൊ എവിടെങ്കിലൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ പരിപാടികളാക്കി ആഴ്ചയിൽ ഒരു പരിപാടി നടത്തി അങ്ങനെ മാസങ്ങൾ കൊണ്ടാണ് അത് പൂർത്തീകരിച്ചത്. അപ്പൊ അത്രമാത്രം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന അതിലൊക്കെ വിജയം കാണാനും അധികാരികളുടെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു പ്രയാസം ഉണ്ടാകാതിരിക്കാനൊക്കെ പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഈ വിനീതനെ കൂടി നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക്, നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിന് ദുബായ് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആസ്ഥാന മന്ദിരത്തിന് ദുബായ് കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. ഞങ്ങളത് അങ്ങനെ വെറുതെ വെറുമ്പാക്ക് പറയല്ല, ഞങ്ങൾ അതിന്റെ പ്രവർത്തനം നിങ്ങൾ പറയാതെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ കാര്യം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് അതിനൊരു തീരുമാനം അതും കൂടി പറയാം. കാരണം ഈ സമ്മേളനം നമ്മൾ ഉദ്ദേശിച്ചത് സമ്മേളനം കൊണ്ട് ആസ്ഥാന മന്ദിരം പൊന്തുമെന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. കാരണം അതിന്റെ ചർച്ചകളൊക്കെ അങ്ങനെയായിരുന്നു. പിന്നീട് അതിന്റെ കോർഡിനേഷനും കാര്യമായിട്ടുണ്ടായില്ല. ഇന്നലെ ഇപ്പോൾ നമ്മൾ അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടന്നത് അത് തൽക്കാലം നിർത്തിവെച്ചതായിട്ടാണ് സംശയിക്കുന്നത്. കാരണം അതിന്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല, അതിനെപ്പറ്റിയൊന്നും പറയുന്നത് കേൾക്കണില്ല എന്ന് നമ്മുടെ പ്രവർത്തകർക്കിടയിൽ ചർച്ച വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും നമ്മൾ ആ ഭാഗത്ത് ആ കാര്യങ്ങളിലൊക്കെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ കൂടുതൽ സജീവമായിട്ട് നമ്മൾ അതിനു വേണ്ടി രംഗത്തിറങ്ങും. അതിന് ചെറിയൊരു സംഖ്യയൊക്കെ ഞങ്ങൾ പിരിച്ചിട്ടുണ്ട് ആസ്ഥാന മന്ദിരത്തിന്. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ തന്നെ അതിനോട് സഹകരിക്കുമെന്ന് ഈ സദസ്സിന് മുമ്പാകെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ആസ്ഥാന മന്ദിരം പിറകോട്ടല്ല മുന്നോട്ട് തന്നെയാണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ നിയമപരമായ കുറച്ച് പ്രതിസന്ധികൾ നമ്മുടെ മലപ്പുറം കോട്ടക്കുന്ന് മൈതാനി ടൂറിസ്റ്റ് വകുപ്പിൽപ്പെട്ട സ്ഥലമായതുകൊണ്ടുള്ള വളരെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ആ വിഷയത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ബുദ്ധിമുട്ട് നികത്തുന്ന വിഷയത്തിൽ കുറച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ നമ്മളടുത്ത് ചെറിയ പോരായ്മ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കലോട് കൂടെ തന്നെ നമ്മളതിൽ ഒരു അടിയും പിറകോട്ടല്ല. ഇൻഷാ അല്ലാഹ് അത് നിർമ്മിക്കണം. അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നേരത്തെ ഇവിടെ നമ്മൾ ജലീൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദുബായിലുള്ള അതുപോലെ ഖത്തറിലുള്ള ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി നല്ലൊരു സംഖ്യ പിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളും അവരിൽ നിന്ന് സ്വീകരിച്ചിട്ടില്ല. കാരണം ഇത് നമുക്ക് ആധികാരികമായ ലൈസൻസ് പൂർണ്ണമായി ലഭ്യമായി അതിന്റെ ശിലാസ്ഥാപനം നടന്നതിന് ശേഷം എന്ത് ചെയ്യാം, കാശ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടു കൂട്ടം ഇൻഷാ അല്ലാഹ് അതിൽ നിന്ന് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകണം. അല്ലാഹു തആല വിജയിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ PC വളമംഗലത്തച്ഛൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഈ പ്രവാസി സംഗമത്തിൽ ഒരു പ്രസംഗിക്കാൻ യോഗ്യനല്ല. ഈ സംഗമത്തിൽ സാധാരണ ഞങ്ങളെ അഭിമുഖീകരിച്ചു വരുന്നത് ഞങ്ങളുടെ മക്കൈസ് വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മർഹൂം ലത്തീഫ് ഹാജി അവர்களാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. ഈ മദീന പാഷൻ പരിപാടിക്ക് എല്ലാ ആശംസകളും തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ലത്തീഫ ഹാജി, അള്ളാഹു തആല അവരുടെ ഖബർ വിശാലമാക്കട്ടെ. അവർ നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി പ്രവാസ ലോകത്ത് ഒരുപാട് പ്രയത്നിച്ച് നേതൃത്വം നൽകി ഒരുപാട് താങ്ങും തണങ്ങുമായി നിന്ന വ്യക്തിയാണ്. അള്ളാഹു തആല അവരുടെ സേവനങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. നമ്മോട് സംസാരിക്കാൻ ദുബൈ SKS മലപ്പുറം ജില്ലാ കോർഡിനേഷന്റെ കമ്മിറ്റിയുടെ സെക്രട്ടറിയും UAE കോർഡിനേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അതുപോലെ അവിടുത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമട്ട എംപുമ്മ തിരുവക്ഷണിക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, അസ്സലാമു അലൈക്കും. SKSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന മദീന പാഷന്റെ ഭാഗമായി ഈ പ്രവാസികളെ ഒത്തൊരുമിച്ച് കൂട്ടാൻ ഈ കമ്മിറ്റിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാഹ്, UAE കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അബുദാബിയിലും ദുബായിലും ഷാർജയിലും അജ്മാനിലും അല്ലയിലും മലപ്പുറം ജില്ലകൾക്ക് കമ്മിറ്റികൾ സജീവമായി പ്രവർത്തിക്കുന്നു. അതുകൂടാതെ ഫുജൈറയിലും റാസൽ ഖൈമയിലും അടക്കം സ്റ്റേറ്റ് കമ്മിറ്റികളിലെല്ലാം മലപ്പുറം ജില്ലയുടെ പ്രധാന പ്രവർത്തകരാണ് സ്ഥാനങ്ങൾ വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും എന്തൊരു ആഹ്വാനം നൽകിയാലും നാം UAEയുടെ എല്ലാ സ്റ്റേറ്റ് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും സജീവമായി ഇടപെടാറുണ്ട്. UAE കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിലാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉപഹാര സമർപ്പണം നടത്തിയ ക്ലോക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ UAE കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ കഴിഞ്ഞ റമദാനിന് തീരദേശത്ത് റിലീഫ് നടത്തി. അതുപോലെ ഇനി നടക്കാൻ പോകുന്ന നമ്മുടെ ആസ്ഥാന മന്ദിരത്തിനും കമ്മിറ്റിയുടെ കീഴിൽ UAE കമ്മിറ്റിയുടെ കീഴിൽ തന്നെ ഒരു നല്ലൊരു ശ്രമം നടത്താൻ ഉദ്ദേശിക്കുന്നു. അതിനാൽ അത് ചെയ്യേണ്ടത് നമ്മുടെ UAE സുന്നി കൗൺസിൽ മുഖേനയാണ് അത് നിങ്ങൾ നിർവഹിക്കേണ്ടത്. UAE സുന്നി കൗൺസിലാണ് SKSFന്റെ മാതൃസംഘടന UAEയിൽ പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട ഒളവട്ടൂരും മൊയ്തീൻ ഹാജിയും ഹാമിദ് കോയമത്തങ്ങളും അലവിക്കുട്ടി ഫൈസി അടക്കമുള്ള ആളുകളെല്ലാവരും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആ UAE സുന്നി കൗൺസിൽ മുഖേന നിങ്ങൾ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ, ഒരു അപേക്ഷ കൊടുത്താൽ നമുക്ക് വളരെ എളുപ്പമാകും. അവരുടെ ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ ആസ്ഥാന മന്ദിര കമ്മിറ്റി അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഉദ്യമം തുടങ്ങിയാൽ പിന്നെ പിന്നോട്ട് പോകാതെ അത് കൂടുതൽ സജീവമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനൊരു ശിലാസ്ഥാപനമൊക്കെ നടത്തി എല്ലാ കമ്മിറ്റികളിലേക്കും അതിൻ്റെ രേഖാമൂലമുള്ള അറിയിപ്പ് നടത്തി വളരെയധികം സിസ്റ്റമാറ്റിക്കായി ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് തന്നെ അതിൻ്റെ ഒരു ഫണ്ട് നിങ്ങൾക്ക് നൽകാനും അത് പിരിച്ചെടുക്കാനും കഴിയും. കൂടുതൽ അത് വിജയിക്കണമെങ്കിൽ ഒന്നുകൂടി UAEയിലേക്ക് നേതാക്കളടക്കമുള്ള ബഹുമാനപ്പെട്ട ഹമീദ് അലി തങ്ങളടക്കമുള്ള ഒരു സംഘം വരികയാണെങ്കിൽ സുന്നി കൗൺസിൽ സഹായത്തോടു കൂടിയിട്ട് UAEയിൽ നിന്ന് തന്നെ ആ സംഖ്യ നിങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ പരിപാടിക്ക് UAE കോർഡിനേഷൻ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സൂചിപ്പിച്ചത് നമ്മുടെ ദുബായ് കോർഡിനേഷൻ കമ്മിറ്റി, UAE കോർഡിനേഷൻ കമ്മിറ്റി ഒരുപാട് കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമുക്ക് തീരദേശത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് സാധാരണ വ്യത്യസ്തമായി വലിയ ഒരു സഹായം നൽകിയിരുന്നു. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. വളരെ സാധാരണ റിലീഫ് കൊടുക്കുക എന്നത് ഉണ്ടെങ്കിൽ പോലും റമദാൻ കൊടുക്കുക എന്നതിലുപരി അന്ന് ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു തീരദേശത്തുള്ളത്. ആ സമയത്ത് അവർക്ക് സാധാരണ ലഭ്യമാകുന്നതിനേക്കാൾ ഉപരി ഒരുപാട് ഉപകാരം
അത് ലഭിക്കൽ കൊണ്ടുണ്ടായിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ നമ്മൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മുടെ മലപ്പുറം ജില്ലയിലെ ത്രിതല പഞ്ചായത്തുകളിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, നമ്മുടെ മുനിസിപ്പൽ തുടങ്ങിയിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് അവരുടെ നേതൃത്വത്തിൽ തന്നെ നമുക്ക് ക്ലോക്കുകൾ ഓരോ സ്ഥാപനത്തിലും മദീന പേഴ്സന്റെ ഒരു സ്മാരകമായി നിലനിർത്താനുള്ള ക്ലോക്കുകളും നൽകി സഹായിച്ചിട്ടുണ്ട്. എന്നതിന്റെ സപ്ലിമെന്റ് തുടങ്ങിയ ഒരുപാട് വിഷയത്തിൽ വലിയ സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായതിന് പ്രത്യേകം എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇനി അടുത്തത് ജലീൽ ഹുദവി മസ്കത്ത്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ബഹുമാനപ്പെട്ട സയ്യിദുമാർ, ഉസ്താദുമാരെ, മസ്കത്ത് SKSSF ഈ മദീന പേഷന് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംഗമങ്ങളും പ്രവർത്തനങ്ങളും അവൻ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇഖ്ലാസോടുകൂടി ഈ ദീനിന് വേണ്ടി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഫുറങ് ഉസ്താദ്, ഞങ്ങളുടെയൊക്കെ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മസ്കത്ത് സുന്നി സെന്ററിന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ, മസ്കത്ത് SKSSFന്റെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ, മസ്കത്ത് ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റ്, അതുപോലെ സൽസരനയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ സ്ഥിതിയിലും ഞങ്ങൾക്ക് ഏതിലും അദ്ദേഹം തന്നെയാണ് നേതൃത്വം നൽകുന്നത്. മസ്കത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും അതോടൊപ്പം SKSSFന് വേണ്ടിയൊക്കെ അവിടുത്തെ ആളുകൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. മസ്കത്ത് SKSSF പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. മസ്കത്തിലുള്ള പ്രവാസികൾ അധികവും കണ്ണൂർ ഭാഗത്തേക്കുള്ളവരാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ വർഷവും നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഭാഗത്താണ് കൂടുതലായിട്ട് നീങ്ങിയത്. എന്നാലും അതുപോലെ സംസ്ഥാന തലത്തിൽ വരുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മസ്കത്ത് SKSSF അതിൻ്റെതായ രീതിയിലുള്ള സഹകരണവും സംഭാവനകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ ദീനീ പ്രവർത്തനവുമായി സമസ്തയുടെ പ്രചരണവുമായി SKSSF അവിടുത്തെ പ്രവർത്തനങ്ങൾ ബഹുമാനപ്പെട്ട മസ്കത്ത് സുന്നി സെന്ററുമായും അതുപോലെ മറ്റു സംഘടനകളുമായും ഒക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. പിന്നെ ഇതുപോലെയുള്ള സംഗമങ്ങൾ നടത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രത്യേകമായ ലക്ഷ്യവും കാര്യവുമൊക്കെ ഉണ്ടാവണം. മാത്രമല്ല പ്രവാസികളായ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന രീതിയിലുള്ള, നമ്മൾ പലപ്പോഴും അതിന്റെ മുമ്പ് സമർക്കന്തിലുണ്ടായപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, പ്രവാസികളുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു കോർഡിനേഷൻ സമസ്തയ്ക്ക് കീഴിൽ വേണം. എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തനത്തിന് ഒരു പ്രത്യേക രീതിയും സ്വഭാവവുമൊക്കെ വന്നു ചേരുവാനും പരസ്പരം സഹകരണങ്ങൾ മെച്ചപ്പെടാനൊക്കെ അത് സഹകരിക്കും. മറ്റു ചില ആളുകളൊക്കെ അത് നടത്തുകയും അവരിൽ അതിൻ്റെതായ ഒരു ശക്തിയും വിജയവുമൊക്കെ കണ്ടുവരുന്നുണ്ട്. നമ്മൾ അത് ഇല്ലാതെയാകുന്നത് കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറ്റവും നല്ല രീതിയിൽ അതിൽ കൊണ്ടുപോകാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അതുപോലെ ഇവിടുത്തെ ആസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു. ആസ്ഥാനത്തിനെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ ശക്തമാക്കണം. അതുമായി ബന്ധപ്പെട്ട് മസ്കത്തിലേക്ക് അതുപോലെ ഒമാനിലേക്ക് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് SKSSFന്റെ ഭാഗത്തു നിന്നും അതുപോലെ മറ്റു സംസ്ഥയുടെ മറ്റു സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങൾക്ക് സഹകരണമുണ്ടാകും. പിന്നെ ഫീ കുല്ലി തഖീരിൻ ഖൈർ എന്നാണ്. അത് കുറച്ച് പിന്നോട്ട് പോയതിൽ നമ്മൾ ദൗർഭാഗ്യം എന്ന് പറഞ്ഞ് അതിനെ വിശേഷിപ്പിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ കണ്ടിട്ടുണ്ട്. അല്ലാഹു അത് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
മക്ക ഇസ്ലാമിക് സെന്റർ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ വാഫി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. സർവ്വാദരണീയരായ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ സുദീർഘമായൊരു ആശംസ ഭാഷണത്തിനുള്ള സമയമല്ല, ഉചിതവുമല്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ക്ഷണിച്ചപ്പോൾ സത്യത്തിൽ കഴിഞ്ഞ ആഴ്ചയാണ് ലീവിന് നാട്ടിലെത്തിയത്. സാന്ദർഭികമായി ഈ സമയത്തുള്ള ലീവായപ്പോൾ തന്നെ മാനസികമായൊരു സന്തോഷത്തിലായിരുന്നു മദീന പാഷൻ. പക്ഷേ നാട്ടിലെത്തിയതിന് ശേഷമാണ് സമസ്ത കേരള ഇസ്ലാമിക് സെന്ററിന്റെ സൗദി നാഷണൽ കമ്മിറ്റിയുടെ സർക്കുലർ വാട്സപ്പ് വഴി മക്കയിലെ പ്രവർത്തകർ വിട്ടുതരുന്നത്. ആ സമയത്താണ് സത്യത്തിൽ അന്താളിച്ചു പോയത്, ബേജാറായത്. മക്കയിലെ സൗദിയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ബഹുമാനപ്പെട്ട ധാർമ്മികസ്ഥാനുഭവത്തിലൂടെ ഉണ്ട്. മക്കയിലെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഒരു വേള കുറച്ച് സമയങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൊരു മന്ദഗതി അനുഭവപ്പെടുകയും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇൻഷാ അല്ലാഹ് അത് പൂർവ്വസ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക, അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ നാഷണൽ കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞതിന് ശേഷം അഡീഷണലായി മക്കയിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തുകയും പ്രത്യേകമായ ഒരു അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അത് നടന്നത്. ആ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചത് ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ നിന്ന് ലീവൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്ക് പുതിയ കമ്മിറ്റിയൊക്കെ വന്ന് സജീവമാകും എന്നുള്ളൊരു സന്തോഷത്തിലാണ് പോകുന്നത്. പക്ഷേ നാട്ടിലെത്തിയതിനു ശേഷമാണ് മക്ക സെൻട്രൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്തം ഈ എളിയവന്റെ ചുമലിൽ വെച്ച് നേതാക്കന്മാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ള വളരെ പ്രയാസകരമായൊരു വാർത്തയാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും എന്റെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് എനിക്ക് പറയാനുള്ളത്, തികച്ചും അശക്തനായ എന്റെ ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട സ്ഥിതിയിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ച് മക്കയിലെ സാഹചര്യങ്ങളിൽ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനും അത് മഹിതമായ നമ്മുടെ സമസ്ത കേരള ജമയ്യത്തുൽ എന്ന പ്രസ്ഥാനത്തിന് ഊർജം പകരുന്ന വിധത്തിൽ സർവോപരി മക്കയിൽ കഴിഞ്ഞ ഹജ്ജ് വേളയിലൊക്കെ കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷങ്ങളിലുമൊക്കെ വിക്കായ വളണ്ടിയേഴ്സിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സുത്യർഹമായി നാമൊക്കെ അനുഭവിച്ചതാണ്, കണ്ടറിഞ്ഞതാണ്. ആ പ്രവർത്തനങ്ങളുമായൊക്കെ മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ വളരെയധികം ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോടുകൂടെ അപേക്ഷിച്ചുകൊണ്ട് മക്ക ഇസ്ലാമിക് സെന്ററിന്റെ എല്ലാവിധ ആശംസകളും നമ്മുടെ ഈ സമ്മേളനത്തിന് നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി